പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ശബ്ദമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ ഡയമെൻഷനിലേക്ക്, ഈ ആത്മതലത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ആത്മതലത്തിൽ നമ്മുടെ അകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരാത്മതലത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചിട്ട് അതുപോലെ തിരിച്ചിറങ്ങാമെന്ന് പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ. ഒരു പുതിയ വ്യക്തിയായിട്ട്, ആമേൻ, ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആമീൻ പറഞ്ഞാട്ടെ. ഇതിൻ്റെ അകത്ത് എത്ര ആൾക്കാരുണ്ടെന്നല്ല, നമ്മൾ മാറിയാൽ, ഈ ഡയമെൻഷൻ്റെ അകത്ത് നമ്മൾക്കൊരു ചേഞ്ച് ഉണ്ടായാൽ ആ ചേഞ്ച് ഇവിടെ എല്ലാം വ്യാപരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നിനെ കൊണ്ട് അതിന് രസം വരുത്തും. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നിനെ കൊണ്ട് അതിന് ഗുണം വരുത്തും. അപ്പൊ ഈ ഡയമെൻഷന്റെ അകത്ത് ദൈവം നമ്മളെ ഒരു ഉപ്പാക്കി മാറ്റുകയാണ്. വിശ്വസിക്കുന്ന റാമിയും പറഞ്ഞാട്ടെ. ഈ ഡയമെൻഷന്റെ അകത്ത് ദൈവം നമ്മളെ ചേഞ്ച് ചെയ്യുകയാണ്. ഈ ഡയമെൻഷന്റെ അകത്ത് ദൈവം നമ്മളെ ഒന്ന് ഒരുക്കുന്ന സീസണാണ്. ഓ റഖാല സേഫ്രോ ഓല സിബിയാൻ ടസിയ. എല്ലാവരും പറഞ്ഞു, ഈ ഡയമെൻഷനിൽ ദൈവം എന്നെ വേറൊരു വ്യക്തിയാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഈ ഡയമെൻഷന്റെ അകത്ത് ദൈവം നമ്മളെ വേറെ ഒരു വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്താനായിട്ടാണ് ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിൽ ഒരു അസാധാരണമാകുന്ന ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാൽ ഈ ലോകം അത് കാണുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുന്നേ വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം അറിയാം. ആ ഞാനല്ല ഈ ഞാൻ. ഹല്ലേലൂയ. ആ ഞാനും ഈ ഞാനും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം. ഈ ആത്മതലത്തിനുള്ളിൽ പ്രവേശിച്ച നമ്മൾ പഴയതുപോലെ പോകാൻ പെർമിഷൻ ഇല്ല. അപ്പം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കണം. ഹല്ലേലൂയ. ഈ ആത്മതലത്തിനുള്ളിൽ ആരൊക്കെ ഒരു ദിവസമെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടോ അവരിൽ അതിനുള്ള വ്യത്യാസം കണ്ടിട്ടുണ്ട്. ആരൊക്കെ ഇതിൽ 5 മാസം നിന്നോ 5 മാസത്തിന്റെ വ്യത്യാസം നമ്മൾ കണ്ടിട്ടുണ്ട്. ആരൊക്കെ ഈ ആത്മതലത്തെ സ്വീകരിച്ചോ, എന്നെ വിധിക്കാനായിട്ട് ഇരിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയെ ജഡ്ജ് ചെയ്യാൻ വരുന്നവരല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഇതിനെ ശരിക്കും ഈ ആത്മതലത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ റെഡിയാകുമ്പോൾ നമ്മളിൽ ഒരു ചേഞ്ച് നടക്കും. ഹല്ലേലൂയ. ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ, അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്, അല്ലേ? നമ്മുടെ ഫൈനലി നമ്മൾ എന്തോ ആകാൻ പോവാ? ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ വി വിൽ ബി ചേഞ്ച്ഡ്. ഹല്ലേലൂയ. അതാണ് ഫൈനൽ ചേഞ്ച്. ആമീൻ പറഞ്ഞാട്ടെ. അതാണ്. ശക്തിയോടെ നിങ്ങൾ ഇരിക്കണം. ആമേൻ. നിങ്ങൾ ഇതിലെ വേറെ ഒന്ന്, നിങ്ങൾ ഇതിലെ ആളുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഡൗൺ ആകും. നിങ്ങൾ ഇതിലെ പുറത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ അത് വന്നിട്ട് നിങ്ങൾ എന്തേലും ആകാനിരിക്കും. പക്ഷെ ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ എന്തേലും ആയാലേ ഇവിടെ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാം ആയിട്ട് നമ്മൾ എന്തേലും ആകാൻ നിൽക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂം മീറ്റിംഗ് ഇല്ലാത്തപ്പോ, ഒരു മീറ്റിംഗും ഇല്ലാതിരുന്നപ്പോൾ ഈ അപ്പോസ്തലനെ ദൈവം ഇട്ട് പണിഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയുള്ളത് ഉണ്ടായത്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാം വന്നിട്ട് ഞാൻ എന്തെങ്കിലും ആകാമെന്നുള്ള ചിന്ത പൊളിയട്ടെ. ഇന്ന് ഞാൻ എന്തോ ആയി മാറാൻ പോകുന്നു എന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾ മാറിക്കോണം, ചേഞ്ച് ആയിക്കോണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ആയിക്കോണം. കാരണം നമ്മുടെ ഈ ശുശ്രൂഷയെ അടുത്ത നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ വിദൂരമല്ല സമയം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചേഞ്ച് ആയവരാണ് അതിൻ്റെ അകത്ത് ശുശ്രൂഷകൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇതിൻ്റെ അകത്ത് മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇടുമ്പോൾ ആ മാറ്റങ്ങളെ സ്വീകരിക്കുക. എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? ഓ റാഷേക്കിയ ലോ ഹോ റാഹസിയ ലഹിയ ഷഹീദ റേ എന്നേസെ ഫ്രഹെലിയോഷ് മേ അസോറ കബ്രിലാറ്റോസിയ റേ എല്ല സെഫ്രെ എലിം റാക്കോറ്റോസിയ റേ എലിമ ഓഷസിയ റേ ഇലിയ ഷസിയ. ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ ചേഞ്ചുകൾ നടക്കുന്നത് എവിടാണെന്ന് അറിയാമോ? അകത്താണ്. എവിടാണ്? അകത്താണ്. ആത്മമണ്ഡലത്തിലാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ചേഞ്ചുകൾ ദൈവം ഇടുന്നത്. ഹല്ലേലൂയ. ആ ആത്മാവിൽ ഒരു വളർച്ച നടക്കണം. ആ ആത്മാവിൽ ഒരു വളർച്ച നടന്നാൽ അസാധാരണമായിട്ട് ഈ ദേശം ഈ ആത്മതലത്തിലേക്ക് വലിച്ചടുക്കപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇനി ഒരു കോർപ്പറേറ്റ് അനോയിന്റിംഗിലേക്ക് കയറാൻ സമയമായി. ഹല്ലേലൂയ. ആസ് എ ബോഡി, ഹല്ലേലൂയ, നമ്മൾ ഒരുമിച്ച് ആ ഒരു അഭിഷേകത്തിന്റെ മഹത്വത്തിന്റെ തലത്തിൽ പ്രവേശിച്ചാൽ ചിലർ നമ്മളെ തേടി ഇവിടെ വരും. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ടെ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിൽ ഉണ്ടാകുന്ന അടുത്ത ചേഞ്ചുകൾ ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആ ആളുകൾ വരുന്ന സീസൺ അങ്ങോട്ട് ഓപ്പൺ ആയാൽ ഭയങ്കരമാണ്. ഇതൊരു സീസണാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു സീസണിലാണ്. നിങ്ങളത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഇപ്പൊ ഏതിന്റെ സീസണാണ്? തണ്ണിമത്തന്റെ. ഹല്ലേലൂയ. എന്നാ തുടങ്ങുന്നത് തണ്ണിമത്തന്റെ സീസൺ? ചൂട് സമയത്താണ് തുടങ്ങുന്നത്. ഹല്ലേലൂയ. എന്ന് കരുതി തണുപ്പ് സമയത്ത് നമ്മൾ അതിനെ വെട്ടിക്കളഞ്ഞില്ല, നമ്മൾ അതിനെ പുച്ഛിച്ച് തള്ളിയില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു സീസണിലാണ്. ഹല്ലേലൂയ. ഇതിനെ സീസണായിട്ട് നമ്മൾ കാണാൻ പഠിക്കണം. ഇതിനെ നമ്മൾ അസ്വസ്ഥരാകരുത്. നമ്മൾ ആളുകളുടെ എണ്ണം നോക്കി എന്ത് ചെയ്യരുത്? ഇപ്പോൾ അസ്വസ്ഥരാകരുത്. ഇപ്പോൾ നടക്കുന്നത് ഒരു സീസണാണ്. എനിക്കിതൊരു വലിയ സീസണാണ്. എന്തിന്റെ സീസണാണെന്ന് ഞാൻ പറയാം. ചില പ്രധാനപ്പെട്ട വളർച്ചകൾ എന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ എന്നിൽ നടന്ന ഒരു വളർച്ച ഞാൻ പറയാം. അതിതാണ്, ദൈവം എന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്. മോനെ, നീ കോംപ്രമൈസ് ചെയ്യുമോ അതോ നീ ഞാൻ തുടങ്ങി വെച്ച ആത്മതലത്തിൽ എന്തു വന്നാലും നിൽക്കുമോ? ഞാൻ കോംപ്രമൈസ് ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ഇച്ചിരും കൂടെ ആളുണ്ടായിരുന്നേനെ. ദൈവാത്മാവ് എന്റെ റൂമിൽ എന്നോടൊരു കാര്യം പറഞ്ഞു. ഇവിടെ നിന്റെ ടെസ്റ്റ് പേപ്പർ നടക്കുകയാണ്. നീ ആൾക്കാരുടെ ആളാണോ, നീ ആത്മതലത്തിന്റെ ആളാണോ? അമീൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മനുഷ്യ ഭയം വലിയ കെണി പോലെ. ഞാൻ അനേക ദൈവദാസന്മാരെ ഒബ്സർവ് ചെയ്തപ്പോൾ അവർ മാനുഷിക ഭയത്തിൽ ജീവിക്കുന്നവരാണ്. കമ്മിറ്റിയെ പേടി, ആൾക്കാരെ പേടി, ഏറ്റവും കൂടുതൽ പൈസ തരുന്ന ആളെ പേടി. കാരണം ആ പുള്ളി വലിഞ്ഞാൽ നമ്മുടെ കഥ കഴിഞ്ഞെന്നാണ് പാസ്റ്റർമാരുടെ വെളിപ്പാട്. ഞാൻ പണ്ട് ജോഷ് ബ്രദറെ അതിനെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ആ സാഹചര്യത്തിലൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ടെസ്റ്റ് പേപ്പറാണ്. എന്നാൽ ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുന്നത് വിജയത്തോടെയാണ്. ഹല്ലേലൂയ. നമ്മൾ പുറത്ത് നിന്ന് ഒരു കാര്യം നമുക്ക് ഡയലോഗ് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ ടെസ്റ്റ് പേപ്പറിൽ കയറുമ്പോൾ നമ്മുടെ അടി പതറരുത്. ഹല്ലേലൂയ. അപ്പൊ ഈ സീസണിലൂടെ നമ്മൾ പോകുമ്പോൾ പല ടെസ്റ്റ് പേപ്പറുകളിലൂടെ നമ്മൾ പോവുകയാണ്. വിശ്വസിക്കുന്ന റാമിയും പറഞ്ഞേ, ഈ ടെസ്റ്റ് പേപ്പർ ബ്രദറെ ആൻറ്റി നമുക്ക് എന്തല്ല പലപ്പോഴും ഇഷ്ടമല്ല. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഒരു സീസണൽ ടെസ്റ്റ് പേപ്പറിലാണ്.
ഇത് കഴിഞ്ഞ അടുത്ത സീസൺ തുറക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ സീസണിൽ റെഡി ആയി ഇരിക്കണം. എല്ലാവരും പറഞ്ഞ റെഡി ആയിരിക്കണം, റെഡി ആയിരിക്കണം. ഹല്ലേലൂയ. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഈ പ്രോസസ്സിങ്ങിന്റെ ഇടയിൽ നിന്ന് ചിലർ മാറിപ്പോയതാണ്. ഹല്ലേലൂയ. അവർ ആ പ്രോസസ്സിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവർ ആരാകുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രോസസ്സിങ് അല്പം വേദനയുള്ളതാ. എല്ലാവരും പറഞ്ഞു ഞാൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ, അല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം പറയാം. നമ്മുടെ അടുപ്പ്, പുതിയൊരു അടുപ്പ് മേടിക്കണം, ഈ ഗ്യാസ് സ്റ്റൗ. അപ്പം ബേണർ അത്രയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, ശക്തമായിട്ട് വരുന്നില്ല. അപ്പം പുതിയൊരു ഗ്യാസ് സ്റ്റൗ മേടിക്കാൻ വേണ്ടി ഇരിക്കുക. പോട്ടെ, അതല്ല പറയാൻ വന്നത്. അതുകൊണ്ട് ഈ ദോശ അമ്മ സാധാരണ ചുടുന്ന അത്രയും തന്നെ സമയം ചുട്ടെങ്കിലും വെന്തില്ല. അപ്പൊ അമ്മ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇതിൽ വെച്ചപ്പോ ഞാൻ പറഞ്ഞു അമ്മ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. കാരണം പ്രോസസ്സിങ് കഴിയാതെ എടുത്തോണ്ട് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പകുതി മാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ജോഷ് ബ്രദറെ മനസ്സിലാവുന്നുണ്ടോ? ആന്റി മനസ്സിലാവുന്നുണ്ടോ? പലരും പകുതി മാവും പകുതി ദോശയും, ഒരു ഗുണവും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് പകുതി ദോശയായി, പകുതി ദോശയാണ്. ഞങ്ങൾ അതിനെ കൈയടിച്ച് സ്വീകരിക്കുക, പക്ഷെ പകുതി മാവാണ്. നിങ്ങളുടെ അവസ്ഥ അങ്ങനെ എന്ത് ചെയ്യരുത്, ആയിത്തീരരുത്. നമ്മുടെ അവസ്ഥ ഫുൾ പ്രോസസ്സിങ്ങിലൂടെ നമ്മൾ കടന്നു പോകണം. ഫുൾ പ്രോസസ്സിങ് അല്പം വേദനയുള്ളതാണ്. കർത്താവിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര കട്ടിയാണ്. അപ്പൊ കർത്താവിന്റെ കൂടെ നിൽക്കുന്ന അപ്പോസ്തലന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ അതിലും പാടാണ്. ശോഭനാന്റി, കർത്താവിന്റെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ശ്വാസമൊക്കെ കർത്താവ് ഇടയ്ക്ക് നിർത്തിക്കളയും. എൻ്റെ പപ്പയുടെ അമ്മയുടെ ശ്വാസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഇപ്പൊ ഒരു മാസമായിട്ട് ലൈവ് ഇല്ല, സൂം ഇല്ല. ഹല്ലേലൂയ. ഇടയ്ക്ക് പപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകേണ്ട അവസ്ഥകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അനുസരണം യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും, ഇച്ചിരി നല്ലതായിട്ട് പറയാം, അനുസരിക്കുന്നത് സൂം മീറ്റിങ്ങിനേക്കാളും, ശ്രദ്ധിക്കുന്നത് ലൈവിനേക്കാളും നല്ലത്. നമ്മുടെ തലയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന രീതി പോയാലേ നമ്മളെ ദൈവം നടത്തത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതി പോകുമ്പോൾ ആ വ്യക്തി കാരണമാണ് ഇത് നടക്കുന്നത്. അത് ദൈവം തന്നെ ഇടയ്ക്ക് അങ്ങ് പൊളിക്കും. ദൈവം തന്ന ഇസഹാക്കിനെ ദൈവം തന്നെ പറയും കൊന്നുകളാ. ഇതൊക്കെയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എല്ലാവരും പറഞ്ഞ പ്രോസസ്സിംഗ്, എല്ലാവരും ഉറക്കെ പറ. പ്രോസസ്സിംഗ് വേദനയാണ്. ഹല്ലേലൂയ. പ്രോസസ്സിംഗ് എപ്പോഴും എന്തുവാ? പ്രോസസ്സിംഗ് എപ്പോഴും വേദനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ആ കഠിനമായ പ്രോസസ്സിങ്ങിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കഠിനമേറിയ പ്രോസസ്സിംഗ് എന്നൊരു സബ്ജക്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. എല്ലാവരും കഴിയുന്നതും ഓൺ ടൈമിൽ വരണം. കാരണം നമ്മൾ ചിലപ്പോൾ ആദ്യം പാട്ടായിരിക്കും, ചിലപ്പോൾ ആദ്യമേ മെസ്സേജ് ആയിരിക്കും. കാരണം മെസ്സേജ് ഇപ്പോൾ പകുതി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. കാരണം ഇടയ്ക്ക് വെച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എന്തോ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇപ്പം നമുക്ക് എല്ലാ ചർച്ചിലും ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ഷെഡ്യൂളുണ്ട്. നമുക്ക് ഉറപ്പായിട്ടും അറിയാം ആദ്യത്തെ 1 മണിക്കൂർ പാട്ടാണ്. അപ്പം മെസ്സേജിന് കയറി ഏത് ടൈമാണ്. പക്ഷെ ഇവിടെ മെസ്സേജ് തുടങ്ങി കഴിഞ്ഞു. ഈ 18 മിനിറ്റ് ഞാൻ പറഞ്ഞത് മുത്തുകളാണ്. ആ മുത്തുകൾ മിസ്സാക്കരുത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് വരാം. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു വന്നത് പ്രോസസ്സിംഗ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു പ്രോസസ്സിങ്ങിലൂടെ പോകുക. ഹല്ലേലൂയ. ആ പ്രോസസ്സിങ് ആസ് എ ചർച്ച് ഉണ്ട്, ആസ് ആൻ അപ്പോസ്റ്റൽ ഉണ്ട്, ആസ് എ ഗ്രൂപ്പായിട്ട് നമ്മൾ ആ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ അല്പം വേദനയുള്ള ടൈമാണ്. ഹല്ലേലൂയ. ആ ടൈം പീരീഡിനെ നമ്മൾ ജയിക്കണം. ശക്തമായിട്ട് ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഈ ടൈം പീരീഡിനെ നമ്മൾ അങ്ങോട്ട് ജയിക്കുമ്പോഴത്തേക്കും അസാധാരണക്കാരായിട്ട് നമ്മൾ മാറും. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞു, ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞു. പ്രോസസ്സിങ്ങിലൂടെ പോകണം. സ്പിരിച്വൽ പ്രോസസ്സിങ്. എല്ലാവരും പറഞ്ഞേ, സ്പിരിച്വൽ പ്രോസസ്സിങ്. ആ പ്രോസസ്സിങ്ങിലൂടെ ദൈവം നമ്മളെ ഓരോ മിനിറ്റിലും കടത്തിവിടുകയാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇപ്പോഴും പ്രോസസ്സിങ്ങിലൂടെ പോകുകയാണ്. ഓരോ അടുത്ത തലത്തിലോട്ട് ദൈവം എന്നെ ഉയർത്തുന്നത് ചതച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. ആ ചതയലിലൂടെ നമ്മൾ പോകുകയാണ്. ഒരു TD ജെയ്ക്സ് എന്ന് പറഞ്ഞൊരു മനുഷ്യന് അറിയായിരിക്കും. TD ജെയ്ക്സ് പുള്ളി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഇൻ ദ ക്രഷിങ് എന്നാണ്. അപ്പോൾ ഒരു വീഞ്ഞ് പുറത്തു വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ചതയ്ക്കണം. ഹല്ലേലൂയ. ചതയ്ക്കപ്പെടാതെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. ചതയ്ക്കപ്പെടാതെ. ഹല്ലേലൂയ. അപ്പൊ ഈ യഥാർത്ഥ ചാറിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ അകത്താ. ഹല്ലേലൂയ. യഥാർത്ഥ ചാറിരിക്കുന്നത്, ദൈവം സൃഷ്ടിച്ച ആത്മമനുഷ്യൻ ഇരിക്കുന്നത് പറഞ്ഞ അകത്താ. അപ്പൊ പുറത്തെ മനുഷ്യൻ ഒന്ന് ക്രഷ് ആകണം. അല്ലെങ്കിൽ ഇന്നലെ ബാലരാമപുരത്ത് പറഞ്ഞ ഒരു മർമ്മം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇന്നലെ ബാലരാമപുരത്ത് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾക്കറിയാമോ ആരാ മനുഷ്യനെന്ന് എന്നൊരു ഞാൻ ചോദ്യം അവരോട് ചോദിച്ചു. നിങ്ങൾക്കറിയാമോ ആര് മനുഷ്യൻ ആരാണെന്ന് അറിയാമോ? ഉടനെ അവിടുന്ന് ഉത്തരം വന്നു, മനുഷ്യൻ പൊടിയാണ്. മനുഷ്യൻ ആരാണ്? പൊടിയാണ്. അതിന് അവർ എന്നിട്ട് വാക്യം എടുത്തു തന്ന് എനിക്ക് ഉൽപ്പത്തി 2:7 വായിച്ചേ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പൊ യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ഇതാണ് അവരെടുത്ത വാക്യം. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യൻ ആരാണ്? നിലത്തിലെ പൊടി. കറക്റ്റ് ആണെന്ന് പറയുന്ന ഒരു ആമീൻ പറ. പക്ഷെ ഫുൾ കറക്റ്റ് അല്ല. നമ്മൾ ഭാഗികമായ സത്യങ്ങളിൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. ഹല്ലേലൂയ. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, സത്യമാണ്. അത് എഴുതിയിരിക്കുന്നത് എവിടെയാണ്? എല്ലാവരും പറഞ്ഞ 2-ാം അധ്യായത്തിൽ. എവിടെ എഴുതിയിരിക്കുന്നത്? 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. മനുഷ്യൻ പൊടിയാണ്, മനുഷ്യൻ ജഡമാണ്, അല്ലേ? ഭയമുള്ള അല്ലെങ്കിൽ ആ പഴയ മനുഷ്യനുള്ള, അല്ലേ, ആ പൊടിയുള്ള, എല്ലാത്തിനും മുൻപിൽ തോക്കുന്ന ഒരു മനുഷ്യനെ, ആ പൊടിയുള്ള മനുഷ്യനെയാ നമ്മൾ എന്ത് ചെയ്യുന്നത്? എപ്പോഴും മുൻപിൽ കാണുന്നത്. പരാജയപ്പെടുന്ന, തോൽക്കുന്ന, പൊടിയിൽ രോഗം കയറും, പൊടിയിൽ എന്തോ വരും? ബുദ്ധിമുട്ടുകൾ വരും, ദാരിദ്ര്യം വരും, തോൽവികൾ വരും. ആ മനുഷ്യനെയാണ് 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ മാത്രം നമ്മൾ കണ്ടാൽ അതേ നമുക്ക് കാണാനുള്ളൂ. പക്ഷേ മനുഷ്യന്റെ ഒരു ഫോർമാറ്റ് ആണത്. ഒറിജിനൽ ഫോർമാറ്റ് 1:26 എഴുതിയിട്ടുണ്ട്. വായിച്ചേ. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. മതി. അപ്പൊ 2:7 പറഞ്ഞു പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കുക. 1:26 പറഞ്ഞു നാം നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. നല്ലൊരു ആമീൻ പറഞ്ഞേ. അപ്പൊ ഇതിലേതാ ഇപ്പൊ മനുഷ്യൻ? ഹല്ലേലൂയ. ഇതിലേതാണ് ഇപ്പോൾ മനുഷ്യൻ എന്ന് നമുക്കൊന്ന് തലയിലൊന്ന് എടുക്കാൻ പറ്റുമോ? ഇതിലേതാ മനുഷ്യൻ? ഒന്നുകൂടെ 2 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. 2:7 1:26. ആദ്യം 2:7 വായിക്കും. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്. മതി. ഇനി 1:26. 1:26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. എനിക്ക് എന്റെ ചോദ്യം ഇതാണ്, പ്രൈസ് ദി ലോർഡ്, ഇതിലേതാ മനുഷ്യൻ? സുനിലേന്റെ ഇതിലേതാ മനുഷ്യൻ? രണ്ടും നമ്മി ആനെ ആടും പോലെ വ്യത്യാസമാണ്. ഒന്ന് പൊടി, ഒന്ന് ദൈവാനുരൂപം. നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. പക്ഷെ 2-ാമത്തെ എഴുതിയിരിക്കുന്നു പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കുക.
എന്റെ ചോദ്യം ഇതാണ്, ഇതിലേതാദ്യം ഉണ്ടാക്കിയത്? ആദ്യം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവുമായ മനുഷ്യനെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ ഉണ്ടാക്കിയത് പുള്ളിക്കാരന്റെ ഉടുപ്പാണ്. എല്ലാവരും പറഞ്ഞ പുള്ളിക്കാരന്റെ ഉടുപ്പ്. ഇപ്പം സുനിലാൻഡി എന്നെ നോക്കി പറയുവോ അപ്പോസ്റ്റൽ ജാക്സൺ എന്ന് പറഞ്ഞ ഈ കോട്ടാണെന്ന് പറയൂ? അപ്പോസ്റ്റൽ ജാക്സൺ ഈ കോട്ടാണോ? അപ്പോസ്റ്റൽ ജാക്സൺ എവിടെ ഉണ്ട്? കോട്ടിന്റെ അകത്താണ്. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പൊടിയാണ്. ഇന്നലെ ഞാൻ ബാലരാമപുരത്ത് ആ ചോദ്യം ചോദിച്ചപ്പോഴും അവര് പറഞ്ഞ എന്താണ്? മനുഷ്യൻ പൊടിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ് പറ. നല്ല രാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ ശബ്ദം ഒരു സ്തുതിച്ചാട്ടെ. അപ്പൊ മനുഷ്യന് പൊടി കൊണ്ടൊരു കുപ്പായം കൊടുത്തു, പൊടി കൊണ്ട് ഒരു ഉടുപ്പ് കൊടുത്തു. മനുഷ്യൻ പൊടിയല്ല, മനുഷ്യൻ ആ പൊടിക്കകത്താണ്. എല്ലാവരും ആമീൻ പറഞ്ഞാട്ടെ. മനുഷ്യൻ പൊടിയല്ല, മനുഷ്യൻ ആ പൊടിക്കകത്താണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനിയും 1-ാം അധ്യായത്തിലാണ് അപ്പൊ മനുഷ്യനെ ഉണ്ടാക്കിയത്. എല്ലാവരും പറഞ്ഞേ, ഞാൻ എന്റെ അകത്തുള്ള ഞാനാണ്. പക്ഷെങ്കിൽ ആത്മതലവുമായി കണക്ട് ആകുന്നിടം വരെ ഈ പുറത്തെ ഞാനാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതിന് 3-നും ദൈവം ഒരു പ്രശ്നം ചെയ്തു, ഇൻഡിപെൻഡന്റ് ലൈഫ് കൊടുത്തു. അവിടാണ് ഈ പ്രശ്നം പറ്റിയത്. ഈ പുറത്തെ മനുഷ്യന്റെ ലൈഫിന്റെ പേര് ബയോസ് ആൻഡ് സൂക്കെ. എന്താണ് ബയോസ് ആൻഡ് സൂക്കെ? ബയോസ് എന്ന് പറഞ്ഞ ശാരീരിക ജീവൻ, സൂക്കെ എന്ന് പറഞ്ഞാൽ മാനസിക ജീവൻ. പക്ഷേ 1-ാം അധ്യായത്തിൽ സൃഷ്ടിച്ച ജീവന്റെ പേര് സോയെ എന്നായിരുന്നു. അതിന്റെ പേര് ദൈവത്തിന്റെ ജീവൻ. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ജീവൻ ശാരീരിക ജീവനെയും മാനസിക ജീവനെയും വാഴുവാൻ സൃഷ്ടിക്കപ്പെട്ട ജീവനാണ്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. അകത്ത് വന്ന ജീവൻ പുറത്തെ ജീവനെ വാണുകൊണ്ടേയിരിക്കണം. അകത്ത് വന്ന ജീവൻ പുറത്തെ ജീവനെ വാണുകൊണ്ടേയിരിക്കണം. ടോട്ടൽ മാസ്റ്ററി എടുക്കണം. അങ്ങനെയായിരുന്നു മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി. പക്ഷെ പഴം തിന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 17-ാം വാക്യം. 2-ാം അധ്യായം 17-ാം വാക്യം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം ഇവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുക, തിന്നുന്ന നാളിൽ ആര് മരിക്കും? നീ മരിക്കും. ആദാം എന്ത് ചെയ്യും? മരിക്കും എന്നൊരു വേർഡ് അവിടെ എഴുതി വെച്ചു. പക്ഷെങ്കിൽ എൻ്റെ സംശയം ഇതാണ്, 5-ാം അധ്യായത്തിലേക്ക് വന്നേ, അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. ഇതിൻ്റെ അകത്ത് എൻ്റെ സംശയം, 2-ാം അധ്യായത്തിൽ പറഞ്ഞു പഴം തിന്നുമ്പോൾ തന്നെ നീ മരിക്കും. പക്ഷെ 5-ാം അധ്യായം വരുമ്പോൾ പിന്നെയും പുള്ളിക്ക് കൊച്ചുങ്ങൾ ഉണ്ടാകുന്നു, പുള്ളി ജീവിക്കുന്നു. 4-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിച്ചേ. 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. 3-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞതുപോലെ ആദാം പഴം കഴിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടോ? 3-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞതുപോലെ, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ആദാം ചെയ്തു. അപ്പൊ ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ 4-ാം അധ്യായത്തിലും ആദാമുണ്ട്, 5-ാം അധ്യായത്തിലും ആദാമുണ്ട്. അതിനുശേഷവും ആദാം ജീവിക്കുകയാണ്. അവിടെ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം? പഴം കഴിച്ചപ്പോൾ മരിച്ചത്
1-ാം അധ്യായത്തിൽ സൃഷ്ടിച്ച സാദൃശ്യപ്രകാരമുള്ള ദൈവസ്വരൂപത്തിലുള്ള അകത്തെ ആദാമാണ് മരിച്ചത്. പുറത്തെ ആദാമിനപ്പോഴും ജീവനുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാവുന്നവർ ആമീൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ഈ ഗ്ലോറിയുടെ റെലവുമായി കണക്റ്റ് ആകുന്നിട വരെ നിങ്ങൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഏത് ജീവൻ? പുറത്തെ ജീവൻ. ഈ ഗ്ലോറി റെലവുമായി കണക്റ്റ് ആകുന്നിടം വരെയും നിങ്ങൾക്ക് ജീവനുണ്ട്. ഏത് ജീവനേ ഉള്ളൂ? പുറത്തെ ജീവൻ. അപ്പൊ ഇതുവരെ നിങ്ങൾ ഏതിലായിരുന്നു? മരണത്തിലായിരുന്നു. ഇച്ചിരൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പോവാ. ദൈവത്തിന്റെ ജീവനാകുന്ന സോയെ ജീവിതം പിരിഞ്ഞുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ പേരാണ് മരണം. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ ജീവനാകുന്ന സോയെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ പേരാണ് മരണം. ഒന്നുകൂടെ പറയാം. സോയെ ജീവിതമാകുന്ന ദൈവത്തിന്റെ ജീവൻ പിരിഞ്ഞുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ പേരാണ് മരണം. ആ മരണം നമ്മളെ ഫൈനലി ശവപ്പെട്ടിയിലും കൂടെ ആക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും ആമീൻ പറഞ്ഞേ. നല്ലൊരു ആമീൻ പറഞ്ഞേ. അപ്പൊ ഗ്ലോറിയുടെ ശുശ്രൂഷയിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം ദൈവാനുരൂപമായി സൃഷ്ടിച്ച ഒരു നിങ്ങളുണ്ട്. ആ നിങ്ങളെ നമ്മൾ പുറത്തെടുക്കുകയാണ്. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. നല്ലൊരു ആമീൻ പറഞ്ഞേ. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഗ്ലോറിയുടെ ശുശ്രൂഷ എന്തോ ചെയ്യുന്നേ? നിങ്ങളിൽ മരണപ്പെട്ടു പോയ ഒരു നിങ്ങളുണ്ട്, യഥാർത്ഥ നമ്മളുണ്ട്. നിങ്ങളെന്നല്ല, നമ്മൾ. ഞാനും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ആളാണ്. ഞാൻ ഗ്ലോറിയുമായിട്ട് കണക്ട് അല്ലെങ്കിൽ ഞാനും മരണത്തിലാണ്. അപ്പോ ഈ മരിച്ച യഥാർത്ഥ നമ്മളെ പുറത്തെടുക്കുകയാണ്. ശബ്ദവൃത്തി ആമീൻ പറ. ശബ്ദവൃത്തി ആമീൻ പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ബ്രദർ എടുത്തു പറഞ്ഞല്ലോ, ഇത് ഗ്ലോറി റെലത്തിലേ ഇത് നടക്കുവുള്ളെന്ന്. ബ്രദർ, ഏത് ചർച്ചിലും ഇത് നടക്കത്തില്ലേ? ഇല്ല. മിനിമം അഭിഷേകമുള്ള ഒരു ചർച്ചിലേ ഇത് നടക്കത്തുള്ളൂ. മിനിമം. മാക്സിമം ഗ്ലോറി. അല്ലാത്ത ഒരു സഭയിലും നിങ്ങളെ ജീവിപ്പിക്കുന്നില്ല, നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾക്കറിയാത്തത്. നമ്മൾ ചിന്തിക്കുന്നത് അപ്പുറത്തുള്ള ഏത് ചർച്ചിൽ പോയാലും യേശു എന്ന പേര് പറഞ്ഞാൽ ഞാൻ ജീവിക്കും. ഇല്ല, ഒരിക്കലും ഇല്ല. ഇംപോസിബിൾ. എന്തുകൊണ്ടെന്ന് ഞാൻ തെളിയിക്കാം. യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നമ്മൾ ചില കാര്യങ്ങളൊന്ന് പഠിച്ചിട്ട് നമ്മൾ ആരാധിക്കും. ദൈവം ഓരോ ദിവസവും ഓരോ രീതിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം 3 തൊട്ടൊന്ന് വായിച്ചേ. യേശു അവനോട്, ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കണം എന്നുള്ളൊരു സബ്ജക്റ്റ് ആണ് നിക്കോദേമോസിനോട് യേശു പഠിപ്പിക്കുന്നത്. എന്നിട്ട് 3:6 എന്ത് പറഞ്ഞു? 3:6 ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോ ഇത് ആത്മാവിന്റെ പരിപാടിയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഡയമെൻഷൻ അറിയാത്തൊരിടത്ത് നീ ജനിക്കത്തില്ല. This is totally in the dimensions of the spirit. നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലേലും സത്യമത.
So when we speak spiritual realities, you have to come upside to that level. അല്ലെങ്കിൽ നിങ്ങൾ മരണത്തിൽ തുടരും. പ്രശ്നം മനസ്സിലായെങ്കിൽ ആമീൻ പറ. അപ്പൊ ഏത് ചർച്ചും എന്നെ ജീവിപ്പിക്കത്തില്ല. ഏത് കൂട്ടായ്മയെ പോയി ഇരുന്നാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? ജീവിക്കത്തില്ല. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന ആ മരിച്ചുപോയ ആ ദൈവ സ്വരൂപമാകുന്ന മനുഷ്യൻ ആത്മാവാണ്. അതുകൊണ്ട് ബൈബിൾ കോളേജിലെ എന്റെ MD ഡിഗ്രി നിങ്ങളെ ജീവിപ്പിക്കത്തില്ല. നിങ്ങളെ 5 വർഷം ഞാൻ ആരാ ബൈബിൾ കോളേജിൽ പറ, മൈക്കി പറ. 5 വർഷം ബെസ്റ്റ് സ്റ്റുഡന്റ്, ബെസ്റ്റ് പ്രീച്ചർ, MDU വരെ അക്കാഡമിക് സ്കോളർ. പക്ഷെ അത് ഞാൻ ഇവിടെ പ്രസംഗിച്ച നിങ്ങൾ മരിക്കും. എന്റെ MD എടുക്കണോ ഞാൻ ഇവിടെ? നിങ്ങൾ വീട്ടിൽ ചെന്ന് ഓ എന്തൊരു അറിവാ ബ്രദറിന്, അത് പറയിപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അവിടുത്തെ ലൈബ്രറിയിലെ എല്ലാ ബുക്കും ഞാൻ വായിച്ചിട്ടുണ്ട്. വെയിൻ ഗ്രൂഡത്തെ എനിക്കറിയാം, കീനർ എന്ത് പറഞ്ഞെന്നറിയാം, ഈ ബുക്ക് എങ്ങനെ അറിവിൽ പ്രസംഗിക്കണമെന്ന് എനിക്കറിയാം. കാരണം MD ഗ്രാജുവേഷൻ സ്പീക്കറാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ലൊട്ടിലൊടുക്ക് കോളേജിലെ അല്ല, ബാംഗ്ലൂർ ന്യൂ ലൈഫ് ബൈബിൾ കോളേജിലെ ഗ്രാജുവേഷൻ സ്പീക്കറാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഗ്രാജുവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ കോളേജിലെ ഫസ്റ്റ് ഞാനാണ്. അവിടെ പഠിപ്പിച്ചത് ഞാൻ ഇവിടെ പ്രസംഗിച്ചാൽ നിങ്ങൾ ചാകും. അതും എനിക്കറിയാം. പൗലോസ് ഒരിടത്ത് പറയുന്നുണ്ട്, ജ്ഞാനത്തോടെ പ്രസംഗിക്കാനും എനിക്കറിയാം. വായിച്ചേ 1 കൊരിന്ത്യർ 2:4 അങ്ങോട്ട് വായിക്കും. പൗലോസ് പറയും, എനിക്ക് ജ്ഞാനത്തോടെ പ്രസംഗിക്കാനും അറിയാം, പക്ഷെ ഞാൻ അതിന് മുതിരുന്നില്ല. വായിച്ചേ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഉറക്കെ വായിച്ചാട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രകടനത്താലത്രേ ആകുന്നു. ഹല്ലേലൂയ. അടുത്തത് അതേ അധ്യായം 13-ാമത്തെ വാക്യം. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. അത് ഒരു 5 വട്ടം വായിക്കണം. 5 വട്ടം. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ഒന്നുകൂടെ 1 കൊരിന്ത്യർ 2:13 വായിക്കുന്നത്. എല്ലാവരും ബൈബിൾ തുറന്ന് ആ വചനം ഒന്ന് നോക്കിക്കേ. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. മതി. This is what we speak, not in words taught by human wisdom, but in words taught by the Spirit, explaining spiritual realities with spirit taught words. ആത്മീകന്മാരോട്, എത്ര ആത്മീകന്മാരുണ്ട് ഇവിടെ? ഓക്കെ, നിങ്ങൾ ആത്മീകരല്ലേ? ആണ്. അപ്പൊ ആത്മീകന്മാരോട് ഞാൻ എങ്ങനെ സംസാരിക്കണം? മാനുഷിക ബൈബിൾ ജ്ഞാനത്തിലല്ല. അമ്മ അതൊന്നുകൂടെ അങ്ങനെ തന്നെയാണോ നോക്കിയേ. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. അപ്പൊ മനുഷ്യജ്ഞാനത്താൽ ഒരു വചനം വേണേ പ്രസംഗിക്കാം.
അത് നിങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ നടന്ന മരണത്തെ അതുപോലെ നിലനിർത്തും. വേറെ ഒരു ഗുണവും ഇവിടെ വരുമ്പോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ഗ്ലോറിയുടെയോ മിനിമം അഭിഷേകത്തിൻ്റെയോ ശുശ്രൂഷ ഇല്ലാത്ത ഒരിടത്ത് നിങ്ങൾ ഇത്രയും നാൾ സമയം പാഴാക്കുമായിരുന്നു. ഞാൻ സത്യമേ പറയത്തുള്ളൂ, നിങ്ങൾക്ക് വിഷമം തോന്നിയ എനിക്കൊരു കുഴപ്പമില്ല. കാരണം നിങ്ങളെ കുഴപ്പിക്കാനല്ല ഞാനിവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്, നിങ്ങളെ രക്ഷിക്കാനാണ്. ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പം ക്യാൻസർ ആന്നേൽ എന്ത് ചെയ്യണം? നിനക്ക് ഇന്ന രോഗമുണ്ട്, നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞില്ലെങ്കിൽ അവൻ കുറച്ചുകൂടെ മരിക്കും. ആന്നോ? നിങ്ങൾക്ക് ഡയബറ്റീസ് ഉള്ളപ്പം ഡോക്ടർ നിങ്ങളെ താലോലിച്ചിട്ട് പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല, എന്ത് വേണേലും ഷുഗർ, നിനക്ക് ഒരു കുഴപ്പമില്ല, അങ്ങനെയാണോ പറഞ്ഞു? അല്ല, സത്യം പറഞ്ഞു. ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയരുത് എന്ന് പറയുന്ന പോലെ ഡോക്ടറും വക്കീലും കള്ളം പറയാനും പാടില്ല. അവരുടെ ആളിനോട്, വക്കീല് അവിടെ പോയി കള്ളം പറയും, പക്ഷെങ്കിൽ അവരുടെ വ്യക്തികളോട് കള്ളം പറയരുത് ഡോക്ടർ. അതുപോലെ കള്ളം പറയുന്ന ഒരുപാട് പാസ്റ്റർമാരുണ്ട്, സുഖിപ്പിച്ചു കളയും നിങ്ങളെ. ഈ മിനിസ്ട്രി നിങ്ങളെ സുഖിപ്പിക്കത്തില്ല, നിങ്ങളുടെ ജഡത്തെ കൊല്ലും, നിങ്ങളുടെ ആത്മാവിനെ എഴുന്നേൽപ്പിക്കും. What is the glory ministry? നിങ്ങളുടെ ജഡത്തെ കൊല്ലും, നിങ്ങളുടെ ആത്മാവിനെ എഴുന്നേൽപ്പിക്കും. നല്ലൊരു ആമീൻ പറഞ്ഞേ. വാട്ട് ഈസ് ദ ഗ്ലോറി മിനിസ്ട്രി എന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ അവരോട് ഉത്തരം പറയണം, കില്ലിംഗ് മൈ ഫ്ലഷ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് മൈ സ്പിരിറ്റ്. ഷഹീദാ. യെസ്, ഹല്ലേലൂയ. അപ്പൊ നിങ്ങളിൽ ഒരു ആത്മചലനം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അപകടം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ആ പഴഞ്ചൻ സാധനങ്ങൾ നിങ്ങളെ പാരമ്പര്യത്തിലേക്ക് പുറകോട്ട് വലിക്കുന്നുണ്ട്. നിങ്ങൾ ഗ്ലോറിയുടെ ശുശ്രൂഷയിലാണ് ഇരിക്കുന്നത്, പക്ഷെ ചിന്ത പഴയതിലാ. അപകടം. അവിടെ മരണത്തിലായിരുന്നു, ഇവിടെ വന്നും നിങ്ങൾ മരിക്കും. ഇവിടെ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവുമില്ല. ഇവിടെ തുറക്കുന്ന ആത്മമണ്ഡലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. പറഞ്ഞു, ഇവിടെ തുറക്കുന്ന ആത്മമണ്ഡലത്തിലേക്ക് ഞാൻ പ്രവേശിച്ചാൽ ഞാൻ ജീവിക്കും. പവർ. ഷഹീദാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മമണ്ഡലം എന്നെ ജീവിപ്പിക്കും, എന്നെ വാഴുമാറാക്കും. അതിന് ഞാൻ മാനുഷിക ജ്ഞാനം വിട്ട് ആത്മജ്ഞാനത്തിലേക്ക് വരണം. ബൈബിൾ കോളേജിലെ ജ്ഞാനം വിട്ട്, അക്ഷരത്തിന്റെ ജ്ഞാനം വിട്ട് ആത്മീക വെളിപ്പാടിലേക്ക് വരണം. പൗലോസ് പറയുക, ഞങ്ങളുടെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല. ഞങ്ങളെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചത് എന്തുവാണെന്ന് നിങ്ങളോട് തുറന്നു പറയാം. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ. 5 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ച ഞാൻ പറയുന്നു, ഏത് ബൈബിൾ കോളേജിൽ പോയാലും ഏത് തലമണ്ട ഉപയോഗിക്കുന്ന ബീഡിയോ ഒരു 1.5 ബീഡിയ, അവസാനം നമ്മൾ ഇങ്ങനെ ആയിപ്പോ, ബാച്ചലർ ഓഫ് ഡിവിനിറ്റി. അവസാനം നമ്മൾ പക്ഷേ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാര്യം പറയാം. ആരും എൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവം അതിലും എന്നെ ഫസ്റ്റ് ആക്കി. അല്ലെങ്കിൽ അവരെന്നാ പറയും, ഓ ഇയാള് ചുമ്മാ തെണ്ടിത്തിരിഞ്ഞ് ഇതുവഴി കറങ്ങി അടിച്ചു വന്ന. അല്ല, ന്യൂ ലൈഫ് ബൈബിൾ കോളേജിൽ പോയിട്ട് ജാക്സൺ എന്നൊരാളെ ചോദിച്ചാൽ മതി. 5 times അക്കാഡമിക് സ്കോളർഷിപ്പ് ഫ്രീ ആയിട്ടാണ് ഞാൻ പഠിച്ചതെന്ന്. ഓൾമോസ്റ്റ് പകുതി ഫീസ് ഞാൻ അടയ്ക്കണ്ട എനിക്ക്. അതുകൊണ്ട് ഒരു ജ്ഞാനമുള്ള വ്യക്തി എന്നെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. കാരണം അതിനേക്കാൾ ജ്ഞാനം പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് ഞാൻ വിളമ്പുന്നില്ലെന്നേ ഉള്ളൂ. പൗലോസും അതാ പറയുന്നത്. എനിക്ക് ജ്ഞാനത്തെ പ്രസംഗിക്കാൻ അറിയരുതെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. പത്രക്കുറിപ്പ് ഇച്ചിരി കയറ്റി, അത് കഴിയുമ്പോൾ ഇച്ചിരി കമന്ററി കയറ്റി, അത് കഴിയുമ്പോൾ മന്ത്രി എന്ത് പറഞ്ഞു,
അത് കഴിഞ്ഞ് ഇച്ചിരി ബൈബിൾ വാക്യം, അത് കഴിഞ്ഞൊരു കുതിരയുടെ ഒരു എക്സാമ്പിള്. അപ്പോൾ ആ ജ്ഞാനമല്ല ഈ ജ്ഞാനം, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ. അപ്പം ഇവിടെ നമ്മൾ വരുമ്പോൾ പഴയ മൈൻഡ് സെറ്റ് വിട്ടുകളയണം. പഴയ മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ പോവാ. കേൾക്കാൻ ഇഷ്ടമുള്ളവർ ആമീൻ പറഞ്ഞാൽ മതി. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവൻ ഞങ്ങളെ 2 കൊരിന്ത്യർ എല്ലാവരും എടുക്കണേ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാം വാക്യം അതിന്റെ 6-ാമത്തെ വചനം. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. ഓക്കെ. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. ഓക്കെ. അക്ഷരം കൊല്ലുന്നു, ഒന്നൂടെ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഒന്നൂടെ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ആമേൻ നമ്മൾ ഗ്ലോറിയിൽ വന്നിരുന്നു, പക്ഷെ ഗ്ലോറിയിലേക്ക് കണക്ട് ആകുന്നില്ല. തലച്ചോറ് അവിടെ കിടക്കുക. എവിടെ കിടക്കുക? അക്ഷരം. എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമില്ല, പക്ഷെങ്കിൽ എന്തോ ദൈവാത്മാവ് എന്നിൽ നിന്ന് പറയുന്ന വാചകങ്ങൾ അതുപോലെ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ ഇതും ഒരു കമ്മിറ്റി കളിയുള്ള ഒരു സ്ഥലമായി മാറും, ഇതും മറ്റൊരു തരികിട പെന്തിക്കോസ് സഭയായി മാറും, ഇതും മറ്റൊരു പാരമ്പര്യ സഭയായി മാറും. അതിലും നല്ലത് ഈ അപ്പോസ്തലൻ മരിക്കുന്നു. ചാകാൻ വേണ്ടി തന്നെ ഇറങ്ങിയവനാ ഞാൻ. എല്ലാം വിട്ട് കളഞ്ഞു. നിങ്ങൾക്ക് എന്നെ ഒന്നും കാണിച്ച് പേടിപ്പിക്കാൻ പറ്റില്ല. ബ്രദറെ, നിങ്ങളെ ഞാൻ ഇന്നത് ചെയ്തു കളയും, മാക്സിമം കൊന്നു കളയും. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? അതിന് റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ലെവൽ ഓഫ് സമർപ്പണം എന്താണെന്നുള്ളത് അറിയത്തില്ല. 9 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് ഞാൻ എന്ന അപ്പോസ്തലൻ ഉണ്ടായിരിക്കുന്നത്. 19-ാം വയസ്സ് മുതൽ ഈ വയസ്സുവരെയുള്ള ഏകദേശം 9 വർഷത്തെ കഠിനമായ ആർമി ട്രെയിനിങ് എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലത്തെ ട്രെയിനിങ് ആണ് കർത്താവ് എനിക്ക് തന്നത്. അതിൻ്റെ ഇടയിലുള്ള 5 വർഷം ബൈബിൾ കോളേജിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, കുറച്ച് കാര്യങ്ങൾ പ്രസംഗിക്കാൻ, അതൊക്കെ നല്ലതാ. അക്ഷരം ഇതിന്റെ ബേസ്മെന്റാ. പക്ഷെ അതിന്റെ പുറത്ത് ആത്മാവിനെ കേറ്റാൻ ദൈവം എന്നോട് പറഞ്ഞു. ഈ അക്ഷരം വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പൊ ബൈബിളും കൂടെ കീറിക്കളയാം. ആ അർത്ഥത്തിലല്ല, തെളിയിക്കാൻ പോവാ. യോഹന്നാൻ 6:63 വായിച്ചേ. ചിലര് ഞാൻ ഇങ്ങനത്തെ ബൈബിൾ വാക്യങ്ങളൊക്കെ എടുക്കുമ്പം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം നമ്മുടെ ചർച്ചുകളിലൊന്നും ഇത് പ്രസംഗിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്. നമ്മുടെ പല തകർച്ചയ്ക്കും കാരണം നമ്മുടെ ദൈവദാസന്മാർക്ക് ബൈബിൾ കോളേജിലെ ജ്ഞാനമേ ഉള്ളൂ. അവർക്ക് ആത്മീക ജ്ഞാനമില്ല. അവർ കുറെ അച്ചമ്പട്ടം എടുത്ത് കുറച്ച് ബീഡി വലിക്കുകയും ചെയ്തു. അത്രേ അവിടെ നടന്നിട്ടുള്ളൂ. അതാകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ആ തരികിട പാർട്ടികളാകാനല്ല നമ്മളെ വിളിച്ചത്. യഥാർത്ഥ ആത്മതലം പിടിക്കുവാൻ എത്ര പേർ തയ്യാർ? ഹല്ലേലൂയ. ഇവിടെ ആളെ കൂട്ടണമെങ്കിൽ ജോഷ് ബ്രദറെ സിമ്പിളാണ്. ഒന്നുകിൽ കുറച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുക. ഏതായാലും നമ്മളൊരു ട്രസ്റ്റാണ്, കുറച്ച് പൈസ ദാനധർമ്മമൊക്കെ ചെയ്താൽ നമുക്കും കൂടെ നല്ലതാണ്. നമ്മുടെ ട്രസ്റ്റിന്റെ പേരിൽ അത് അങ്ങനെയൊക്കെ ഉണ്ട്. ഇത്ര ശതമാനം ദാനധർമ്മം. നമ്മൾ ബാലരാമപുരത്ത് പോയില്ലേ, ഓരോരുത്തടത്ത് 1000 രൂപ വെച്ച്. എനിക്ക് ദാനധർമ്മം ചെയ്യുന്ന എനിക്ക് ഇഷ്ടമാണ്, നല്ല കാര്യമാണ്. അങ്ങനെയല്ല നമ്മൾ ആളെ പിടിക്കുന്നത്. നമ്മൾ ആശുപത്രി കെട്ടിയിട്ട് ആളെ പിടിക്കുന്നവരല്ല, ആശുപത്രി പൂട്ടിയിട്ട് ആളെ പിടിക്കുന്നവരാ.
ആശുപത്രി കെട്ടി നിന്നെ ആശുപത്രി ചികിത്സിച്ച ആളെ കയറ്റാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഒരു തലമുറ കുറെ ആൾക്കാരെ കൊണ്ടിരിക്കുക. അത് ഒരു സഭ വന്ന് ഒരു വലിയ ആശുപത്രി കെട്ടി ആശുപത്രി ഞങ്ങളെ ചികിത്സിച്ചു, അതുകൊണ്ട് ഞങ്ങൾ സഭയെ പോയിരുന്നു. പോടാ. ഞാൻ നിങ്ങളെ അല്ല കേട്ടോ വിളിക്കുന്നേ, ആ പിശാചിന്റെ തന്ത്രത്തെയാണ് ഞാൻ പോടാന്ന് വിളിച്ചത്. അതൊരു അപ്പോസ്തലിക അധികാരമാണ്. ഇങ്ങനെയുള്ള മണ്ണുണിത്തരങ്ങൾ നമ്മുടെ തലയിൽ വേണ്ട. അതൊന്നുമല്ല ചർച്ച്, അതൊന്നുമല്ല ഡയമെൻഷൻ. ആ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ പോടാന്ന് പറഞ്ഞ് വെല്ലുവിളിക്ക്. ഒരു തലമുറയെ ഒരു സഭകൾ ചതിച്ചു. ഞങ്ങളും ആ ചതിയിൽ 19 വർഷം ജീവിച്ചവരാണ്. ആണോ? സത്യമാണെന്ന് വിചാരിച്ച് നാടകത്തിന്റെ അകത്ത് ജീവിച്ചു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഞങ്ങൾ മരിക്കുകയായിരുന്നു. BBS കളിപ്പിക്കാൻ അമ്മയ്ക്കറിയാം, പാട്ടുപാടാൻ അറിയാം, പക്ഷെ ആത്മാവിൽ മരണം. വീട്ടു പ്രാർത്ഥനയ്ക്ക് ഫുഡ് കൊടുക്കുന്നു, എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട്, ആത്മാവിൽ മരണം. ആത്മാവി മരിച്ചിട്ട് നിങ്ങൾ ഫുഡ് ഞങ്ങൾക്ക് തരല്ല്. ആത്മാവി മരിച്ചിട്ട് ഈ ചർച്ചിൽ പ്രോഗ്രാം കളിക്കരുത്. പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞ ജോഷ് ബ്രദറെ സിമ്പിൾ ആണ് അല്ലേ? 2 പാട്ട് ജോഷ് ബ്രദർ മുന്നോട്ട് വന്ന് ഒരു സങ്കീർത്തനം വായിച്ചാട്ടെ. ഓക്കെ. 2 മണിക്കൂർ എങ്ങനെ ഓടിക്കണമെന്നാണ് ഞങ്ങളെ ബൈബിൾ കോളേജിൽ ആദ്യം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്ന അയ്യേ ജാക്സൺ ബ്രദറിന് ഒരു മീറ്റിംഗ് നേരാൻ വേണം ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ. പാവം ജാക്സൺ ബ്രദർ, പുള്ളി കണ്ടില്ലേ, ചുമ്മാ ഒരു ഓർഡറും ഇല്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ തലച്ചോറ് ഇപ്പോഴും എവിടെയോ. നിങ്ങൾ ഒരിക്കലും ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് എടുക്കരുത്, പക്ഷെ വ്യക്തിപരമായിട്ട് എടുക്കുകയും വേണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, വ്യക്തിപരമായിട്ട് എടുക്കുവോ? എടുക്കണം. എടുക്കരുത്, പക്ഷെ വ്യക്തിപരമായിട്ട് എടുത്തോണം. വ്യക്തിപരമായിട്ട് എടുക്കരുത്. ഓക്കെ, എല്ലാം മനസ്സിലായല്ലോ? ഓക്കെ. ഹല്ലേലൂയ. ഷഹീദാ. ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് ഒരാത്മതലത്തിന് വേണ്ടിയാണ്, പ്രോഗ്രാമിന് വേണ്ടിയല്ല. എനിക്ക് എത്ര ഇൻസ്ട്രുമെന്റ്സ് അറിയാം, ഒരുപാട് അറിയാം. ഇവിടെ ഒരു പ്രോഗ്രാം നടത്താൻ എനിക്ക് അറിയത്തില്ലേ? ബേസ് ഗിറ്റാർ അറിയാം, റിതം പാഡ് അറിയാം, ഒരു 3 പിള്ളേരെ വിളിച്ച് അവന്മാരെ ട്രെയിൻ ചെയ്ത് ഇവിടെ ബഹളം ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ലേ? നന്നായിട്ട് നിങ്ങളെക്കാട്ടിലും 10 ഇരട്ടി അറിയാം. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എനിക്ക് വേണ്ടത് കോലാഹലമല്ല, ആത്മതലമാണ്. സ്റ്റീഫൻ ദേവസിയെ വിളിച്ചാൽ പരിപാടി നടത്തും, MG ശ്രീകുമാറിനെ വിളിച്ചാൽ, ചിത്ര ചേച്ചിയെ വിളിച്ചാൽ നമ്മളെക്കാൾ നന്നായിട്ട് പാട്ടുപാടും, പക്ഷെ ആത്മതലമില്ല. എല്ലാവരും പറഞ്ഞ ആത്മാവില്ലാത്തതെല്ലാം മരണം. പറഞ്ഞേ, ആത്മാവില്ലാത്തതെല്ലാം മരണം. ഇനി ഞാൻ ആ അപകടത്തിൽ പോയി ഇരിക്കത്തില്ല, ആ അപകടത്തിലേക്ക് എന്റെ ശ്രദ്ധ തിരിയത്തില്ല, ഞാനത് വിട്ടുകളയുന്നു. ഞാൻ ഇന്നലെ ബാലരാമപുരത്ത് ഒരു കാര്യം പറഞ്ഞു പപ്പ. കർത്താവിന് പാപികളെ ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ പാപിയാണോ ഒരു പ്രശ്നവുമില്ല, പക്ഷെ നിങ്ങൾ പരീശനാണോ ബൈ ബൈ, ടാറ്റാ, വെള്ളതേച്ച ശവക്കല്ലറകളെ. പക്ഷെ പാപിയാണെങ്കിൽ യേശു അടുത്ത് വരും. എന്തുകൊണ്ട്? മോളെ, ഇനി മേലാൽ എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത്. പക്ഷെ പരീശനാണെങ്കിൽ വെള്ളതേച്ച ശവക്കല്ലറേ. പാപിയാണെങ്കിൽ ചുങ്കക്കാരനായ സക്കായിയേ. പരീശനാണെങ്കിൽ വെള്ളതേച്ച ശവക്കല്ല. യേശുവിന്റെ ഈ ഭാവം നിങ്ങൾക്ക് അറിയാമോ? ജാക്സൺ ബ്രദറിന്റെ ഈ ഭാവം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അല്പം അസ്വസ്ഥതയുണ്ടല്ലേ? അത് കുറെ പേര് ഒരു ഭാവമേ നിങ്ങളെ കാണിച്ചുള്ളൂ. ബ്രദറെ, ഗ്ലോറി റലം ഈസ് ദ ഫുൾനെസ് ഓഫ് ഗോഡ്. എന്താണ് ഫുൾനെസ് ഓഫ് ഗോഡ്? എവിടെ എഴുതിയിരിക്കുന്നത്? എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ സർവസമ്പൂർണതയോളം നിറഞ്ഞു വരണം. അപ്പോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു ഭാവമാണോ ഉള്ളത്? അല്ല. ഇടയ്ക്ക് സുനിലാൻറ്റി
ചിരിക്കും, പക്ഷെ ഇടയ്ക്ക് ചിലപ്പോൾ അങ്കിളിനോടൊരു രൗദ്രം. ഇല്ല ആൻറ്റിക്ക് അങ്ങനെ ഇല്ല, തമാശ പറയുന്ന. ഹല്ലേലൂയ. അപ്പം ദൈവത്തിനും പല ഭാവങ്ങളുണ്ട്. ഗ്ലോറിയുടെ പ്രത്യേകത കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം മാത്രം പറയത്തില്ല. ഞാൻ ഒരു സീസണിൽ അത് മാത്രമേ പറയത്തുള്ളായിരുന്നു. വരുന്നവർക്ക് ഹീലിംഗ് കൊടുക്കുക, യേശു നിങ്ങളെ അനുഗ്രഹിക്കുക, യേശു അല്ല. ഇതായിരുന്നു എൻ്റെ ഒരു 1.5 വർഷം മുമ്പ് വരെ. ഞാൻ ദൈവത്തിൻ്റെ ഒരു ഭാവത്തിൽ മാത്രം നിന്നു. കർത്താവ് പറഞ്ഞു, നിനക്ക് ഗ്ലോറി വേണം, എന്ത് ചെയ്യണം? നീ എല്ലാ ഭാവത്തിലേക്കും സ്റ്റെപ്പ് ചെയ്യണം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാണ് നമ്മുടെ മീറ്റിംഗ്. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് മെസ്സേജുകൾ എടുത്തു നോക്കിയാൽ, ഒരു 6 മാസം മുമ്പ് എടുത്തു നോക്കിയാൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാമെന്നാണ് ഞാൻ പഠിപ്പിച്ചേക്കുന്നത് മുഴുവൻ. എൻ്റെ മേജർ വിഷയം അത് തന്നെയാണ്. പക്ഷെ ഇപ്പോ കർത്താവ് എന്നെ പറയുന്ന എല്ലാത്തിലും കൂടെ സ്റ്റെപ്പ് ചെയ്യണം. ദൈവത്തിൻ്റെ എന്താ പറയാ, ദേഷ്യഭാവവും നിന്റെ മുഖത്ത് വരണം. ദൈവം ചിരിച്ചാ നീ ചിരിക്കണം, ദൈവം കരഞ്ഞാ നീ കരയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളായിരിക്കുന്ന ഈ ഡയമെൻഷനിൽ എല്ലാ ഭാവങ്ങളും ഉണ്ട്. യേശുവിന്റെ ഒരു ഭാവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മർക്കോസ് 3:4 വായിച്ചേ, 4-5. മർക്കോസ് 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളൊന്ന് വായിച്ചേ. പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ, യേശു അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ, ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. യേശു കോപത്തോടെ നോക്കിയെന്നോ? ചുമ്മാ യേശു എന്ന് പറഞ്ഞതാണ് ഇങ്ങനെ പഞ്ചപാവം അല്ലേ? എങ്ങനെയായിരുന്നു? ചുമ്മാ പറഞ്ഞ തെറ്റിയതാ. ബൈബിൾ വാക്യം തെറ്റിയിട്ടുണ്ട്. യേശു അല്ല, ഇത് യേശു ഒന്നും അല്ല. ചുമ്മാ യേശു അല്ല. ഒന്നുകൂടെ ശരിക്കും നോക്കിയേ, യേശു ആണോ നോക്കിയേ. അത് വേറെ വല്ല കള്ളന്മാര് ദേഷ്യപ്പെട്ടെന്നാണോ? അല്ല, അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. അപ്പൊ ആത്മാവിലൊരു കോപം. ജഡത്തിൽ കോപിക്കരുത്, പക്ഷെ ആത്മാവിൽ നിന്നൊരു കോപമുണ്ട്. ചില സഭകളിൽ ചെന്നാൽ ഒള്ളി കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, നിങ്ങൾ തകരും. ഞാനും അങ്ങനെ ആയിരുന്നു. കഴിഞ്ഞ 1.5-2 വർഷം മുമ്പ് വരെ മേജറായിട്ട് ഞാൻ അനുഗ്രഹം മാത്രമേ ഡീൽ ചെയ്യത്തുള്ളൂ. അനുഗ്രഹം, സൗഖ്യം, ബന്ധനം പൊട്ടിക്കുക. പക്ഷെ എനിക്ക് മനസ്സിലായി, എല്ലാ ഭാവത്തിലും കൂടെ ഞാൻ ഇവരെ ഡീൽ ചെയ്തില്ലെങ്കിൽ പോയ ബന്ധനം തിരിച്ചു വരും. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ദൈവത്തെ, ആത്മാവിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും നമ്മൾ ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർ റെഡിയാണ് ആത്മാവിൽ വളരുവാൻ? ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇത്രയും നാൾ കേട്ടതിനെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വേണം ഗ്ലോറിയുമായിട്ട് ഡീൽ ചെയ്യുവാൻ. ഈ ഗ്ലോറിയിൽ ദൈവം നിങ്ങളെ ആരാക്കുമെന്ന് അറിയാവോ? ദൈവത്തെ പോലെ ദൈവാനുരൂപതയുള്ള ദൈവപുത്രന്മാരും പുത്രിമാരുമാക്കി നിങ്ങളെ മാറ്റാനുണ്ട്. ഹല്ലേലൂയ. അതിന് ചിലപ്പം നിങ്ങളുടെ പല മേഖലകളെയും നിങ്ങൾ കൊല്ലേണ്ടതായിട്ട് വരും, മരിപ്പിക്കേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ തയ്യാറായാട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങളുടെ ആത്മമനുഷ്യനിലുള്ള ആത്മാവിൻ്റെ പൂർണ്ണത നിങ്ങളിൽ നിന്ന് വെളിയിൽ വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ആമീൻ പറ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ, നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോഷ് ബ്രദർ നമ്മളോട് ഒരു കുറച്ചു നേരം ഒന്ന് സംസാരിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിയിച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെയാണ് ദൈവം നമ്മുടേതായ ഡയമെൻഷനിലെ ഓരോ വഴികളും ദൈവം തുറന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് തന്നെ ഞാൻ തന്നെ ആളുമാറിയ ഒരു അനുഭവങ്ങളിലേക്ക് ദൈവനെ നടത്തിയത്. പ്രൈസ് ദി ലോർഡ്.
അമ്മ ഞാൻ ഇങ്ങനെ മനുഷ്യരായിട്ട് ഇടപെടുമെന്ന് പറഞ്ഞാലും ഒരു ബോൾഡ്നെസ് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയെത്തുന്നു. എവിടെയും ചെന്ന് ഇടപെടുമ്പോൾ ഞാൻ തന്നെ പാസ്റ്ററോട് പറയാനിടയായി തീർന്നു. അമ്മേ, ഞാനിങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയല്ല, പക്ഷേ ആത്മമനുഷ്യൻ എഴുന്നേക്കാൻ തുടങ്ങി. ഹല്ലേലൂയ! ഞാൻ തന്നെ അന്തം പിടി, ഇത് ഞാൻ തന്നെയാണോ? ആത്മമനുഷ്യൻ എഴുന്നേക്കാൻ തുടങ്ങി. ഹോട്ടലിൽ ചെന്നാലും എവിടെ ചെന്നാലും യേശുവിനെ കുറിച്ച് പറയുക. മറ്റേ പത്രോസിനെ പോലെ ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷേ പല പ്രാവശ്യവും കർത്താവ് ഒരു പത്രോസിനെ പോലെ ആക്കും. അപ്പോസ്തലനെ അത് പാസ്റ്ററിൽ നിന്ന് തന്നെയാണ് എനിക്ക് ആ ദൂത് കേട്ടത്. ഹല്ലേലൂയ! ഞാൻ തന്നെ ഒരു പാറയാക്കും. ഹല്ലേലൂയ! പെട്ടെന്ന് തന്നെയാണ് ദൈവം നമുക്ക് കൂട്ടായ്മ നൽകി തന്നത്. പ്രൈസല്ലോ. ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രവർത്തിക്കാനിടയായി നല്ല വെയിലുള്ള സമയത്താണെങ്കിലും ക്ഷീണം തോന്നാറില്ല. ഹല്ലേലൂയ! കാരണം ആത്മാവിൻ്റെ ശക്തി നമ്മളെ നിലനിർത്തുവാനിടയായി. നമ്മളത് അനുഭവിക്കുമ്പോൾ അത് പറയാൻ പറ്റും, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ! ആത്മീയ ജീവൻ നമ്മുടെ അകത്തുനിന്ന് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആള് മാറും. ഹല്ലേലൂയ! അസാധാരണമായ ദൈവപ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്തും. സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. ഹല്ലേലൂയ! നമ്മൾ കാലുവെക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവം അവിടെ അടയാളങ്ങൾ ചെയ്യും. ഹല്ലേലൂയ! അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ! പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ ചെറിയ രീതിയിലുള്ള ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു പല നിലയിലും. പക്ഷേ അവിടെയൊക്കെ ദൈവം നിലനിർത്തിയതിനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ! കാരണം ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ പലപ്പോഴും അപ്പോസ്തലനായിട്ട് സംസാരിക്കാനിടയായി തീർന്നു. നമ്മുടെ ഈ ഫീലിംഗ് നമുക്ക് പുറത്ത് വെളിപ്പെട്ട് വരുന്നില്ല, പക്ഷേ കഴിഞ്ഞ ദിവസം അത് വെളിപ്പെടുവാനിടയായി തീർന്നു. ഞാൻ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാൻ വരുന്നു. നമുക്കൊരു ഫോർമാലിറ്റീസിൻ്റെ ഓർഡർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ആത്മാവിൻ്റെ നിയോഗങ്ങളാണല്ലോ. അടുത്ത മാസമാണ് നമ്മുടെ മൂവിൻ്റെ സമയം. ഇതൊന്നും മൂവല്ല, അടുത്ത മാസം. പ്രൈസല്ലോ, ഹല്ലേലൂയ! അതിനു വേണ്ടി നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. അടുത്ത മാസം നമ്മുടെ മൂവിൻ്റെ സമയമാണ്. അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് രോഗസൗഖ്യമല്ല, ചെവിടൻ്റെ ചെവി തുറക്കുന്നതല്ല. സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ മരിച്ചവർ ഉയർക്കും. ലോകരാജ്യങ്ങൾ ഈ ഡൈമെൻഷനിലേക്ക് തിരിയും. അങ്ങനെ അസാധാരണമായ ഗ്ലോറി റിലത്തിൻ്റെ ഒരു സമയമാണ് അടുത്ത മാസം. അടുത്ത വർഷമല്ല, അടുത്ത മാസം. ഹല്ലേലൂയ! അതിനു വേണ്ടി ദൈവത്തോടൊന്ന് പറഞ്ഞു രാമയം പറഞ്ഞാട്ടെ. അതിനെ ഞങ്ങൾ ഈ ഡൈമെൻഷനിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ തലമുറകളിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു. എന്ത് വെല്ലുവിളികൾ വന്നാലും അടുത്ത മാസം ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ ഡൈമെൻഷനെയും ഞങ്ങളുടെ ലൈഫിനെയും ഞങ്ങളുടെ നന്മയെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ സമ്പത്തിനെയും ഞങ്ങളുടെ മൃഗസമ്പത്തിനെയും എല്ലാം തിരിക്കുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ! ഒരാമയം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ! ഈ ആഫ്രിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഹല്ലേലൂയ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആഫ്രിക്കൻസ് ഹല്ലേലൂയ പറയണത് ചാടിയാണ് അവർ ഹല്ലേലൂയ പറയണത്. നമ്മളെ പോലെ ഉറങ്ങിയല്ല. അതുകൊണ്ട് ഒരു ആമേൻ, ഒരു ആഫ്രിക്കൻ ഹല്ലേലൂയ ചാടി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്ത മാസം ദൈവം നമുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് ദിവസം ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ ഈ മൂക്കൂത്തി മല എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് മല എന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. ഞാൻ മലയൊന്നും അവിടെ ഇല്ല, പക്ഷേ ഒരു മൂക്കുത്തി മനയിലോട്ട് മൂക്കുത്തി മന അല്ലേ, മൂക്കുത്തി മന അവിടെ ചെന്നു. ഭയങ്കര റഫായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ദൈവം അവിടെയും ഒരു സെൽ ചർച്ചിന് വേണ്ടിയുള്ള ഒരു താല്പര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ പാസ്സായിട്ട് ആലോചിച്ചപ്പോൾ ആ നിയോഗത്തിന് ദൈവം നമ്മളെ ബാലരാമപുരത്തേക്കാണ് അയച്ചത്. അവിടെ ഇന്നലെ പ്രവർത്തിക്കാനിടയായി തീർന്നു. പല സമയത്തും അവിടെ പോയി പ്രവർത്തിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ 3-4 പ്രാവശ്യം അവിടെ പോയി പ്രവർത്തിച്ചെങ്കിലും പ്രവർത്തിച്ച ശേഷം അവിടെ പുതിയ റോഡ് വരുവാനിടയായി തീർന്നു. ഞങ്ങൾ പ്രവർത്തിച്ച സ്ഥലത്തല്ല. ഹല്ലേലൂയ! ഇതുവരെ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കുഴിയും ഗട്ടറൊക്കെയാണ്. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രവർത്തനം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ആ സെൽ ചർച്ചിനോട് ചേർന്ന് ആ വീടിൻ്റെ അവിടം വരെ അല്ലേ പാസ്റ്റർ അല്ലേ,
റോഡിൻ്റെ പൂർത്തീകരണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒരു ഫെലോഷിപ്പ് ഡയമെൻഷൻ എവിടെ ഓപ്പൺ ആയിട്ടുണ്ടോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ വളരെ അനുഗ്രഹമായിട്ട് തന്നെ ആ മീറ്റിങ്ങിനെ കൊണ്ടുവരുവാൻ സഹായിച്ചു. അവിടെ വൈകിട്ട് അവിടെയൊക്കെ ചക്ക വെട്ടുന്ന ആൾക്കാരാണ്. അവർ അന്നുള്ള ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വരാൻ പറ്റിയില്ല. മിക്കവരും വരാമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും വളരെ ഒരു 10% മാത്രം ആൾക്കാർ മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ. പിന്നീട് രാവിലെ ആണെങ്കിൽ അവർ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്ന ഞങ്ങളാകെ കൺഫ്യൂഷനാണ്, ഏത് സമയത്ത് മീറ്റിംഗ് വെക്കും. ദൈവം ഇവിടെ അവിടെ എല്ലാം അവരുടെയൊക്കെയുള്ള എല്ലാ ബ്ലെസ്സിങ്ങിനെയും ദൈവം തുറന്നു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അവരുടെ എല്ലാ ഇല്ലായ്മകളെയും ദൈവം മാറ്റാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ മധ്യത്തിലും അവർ വളരെ പ്രായമുള്ളവരവിടെ കടന്നു വന്നു. വളരെ പാസ്റ്ററോട് ശുശ്രൂഷിച്ചു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിൽപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയും ഇടയ്ക്കൊക്കെ നിങ്ങൾ വിളിച്ച് ഞങ്ങളെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു വോയിസ് ഇടയൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഹല്ലേലൂയ. ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും. അപ്പം നമുക്കുള്ളത്, നമ്മൾ ഏതായാലും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ലൈഫിൻ്റെ എല്ലാ ബ്ലെസ്സിങ്ങും ദൈവരാജ്യത്തിൽ നിന്നാണ്. അത് നമ്മൾ എടുക്കുന്നത് പോലെ ഇരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആ അനുഗ്രഹങ്ങൾ നമ്മളാണ് പിടിച്ചെടുക്കേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അനുഗ്രഹം ഒരു ആത്മാവ് കർത്താവിലോട്ട് കടന്നു വരിക എന്നുള്ളതാണ്. മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണ് ഒരു ആത്മാവ്. അതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ അവിടെയും ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദിക്കാരാണ്. അവിടെയും ആൾക്കാർ നമ്പർ മേടിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായ ഒരു ആത്മാവിൻ്റെ തീ എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാനിതെല്ലാം പറയണത് നമ്മൾ ഒരു ഫാമിലിയിലെ ആൾക്കാരല്ലേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു സ്വന്തം കുടുംബത്തിൽ ഒരു മകനെന്ന് സംസാരിക്കുന്നത് പോലെ നിങ്ങൾ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞത് തിരുവനന്തപുരം പട്ടണം ടൗൺ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഓപ്പൺ ആക്കിയിരിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ തിരുവനന്തപുരം ടൗൺ മൊത്തം ഈ ഡയമെൻഷൻ എന്താണെന്ന് ദൈവം ആദ്യം വെളിപ്പെടുത്തും. അതിൻ്റെ ഒന്നാമത്തെ തുടക്കം ബാലരാമൃതം അതിൻ്റെ SSM പാർക്ക് തുടങ്ങി. ഇനി പല സ്ഥലങ്ങളിലായിട്ട് ദൈവത്താൽ തുറക്കപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ദൈവനാമത്തിൽ ചോദിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഒരു കൊടിയിൽ തന്നെ യൂറോപ്യൻ കൺട്രിയുടെ എല്ലാ സിഗ്നലും ദൈവാത്മാവിനെ കാണിച്ചു. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു വെളിപ്പാട് കാണുന്ന ഒറ്റൊരു കൊടി. ആ കൊടിയിൽ യൂറോപ്യൻ കൺട്രിയുടെ എല്ലാ സൈനും ആ കൊടിയിലുണ്ട്. അതായത് യൂറോപ്യൻ കൺട്രിയിലേക്ക് ഇതിനെ കർത്താവ് കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോസ്തലനെ വിളിച്ച് പറഞ്ഞു, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലെയും പതാക ഇവിടെ നിരത്തി വെച്ചിട്ട് ആമേൻ ഒന്ന് രാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേ. ആ പതാകയുടെ വരുന്ന ഫെയ്ത്ത് ആ രാജ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ആമേ. വിശ്വസിക്കുന്നുണ്ടോ? ആമേ. എല്ലാ രാജ്യങ്ങളിലെയും പതാക നമ്മൾ വെച്ചിട്ട് അതൊരു വർഷിപ്പ് ലീഡേഴ്സും വർഷിപ്പും യൂത്തായിട്ടുള്ളൊരു എൻ്റെ മനസ്സിൽ തരുന്നൊരു കാര്യമാണ്. അങ്ങനെ വെച്ചിട്ട് അപ്പോൾ തന്നെ ആ ഗ്ലോറി ഡയമെൻഷൻ്റെ ഒരു സംഭവം നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് വെക്കുന്ന ഒരു ലാൻഡിലേക്ക് ദൈവം നമ്മളെ നടത്തും. ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനെ ദൈവാത്മാവ് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ച സമയത്ത്, ഫ്രൈഡേ നിന്ന് പ്രാർത്ഥിച്ച സമയത്ത് കാണിച്ചതുകൊണ്ട് പക്ഷേ അതിൻ്റെ കൺഫോമിലേക്ക് ദൈവം നമ്മളെ നടത്തണം. ആമേൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? വിശ്വസിക്കുക. കണ്ണടച്ച് വിശ്വസിക്കുക. ദൈവം തരുന്നത് അതുപോലെ ഒരു മണ്ടനെ പോലെ വിശ്വസിച്ചാൽ മാത്രമേ നമുക്കതിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്താൽ സകലതും സാധ്യമാണ്. ആമേ. ഇവിടെ പലരുടെ ആവശ്യങ്ങൾ പലതുമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അങ്ങനെ ചർച്ച് നമ്മുടെ ഡയമെൻഷൻ ഒരു ലാൻഡ് സ്വന്തമായിട്ട് മേടിച്ച് കയറുമ്പോൾ നിങ്ങളുടേതായ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാവും. ഹല്ലേലൂയ. അതുവരെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മളൊരു ലാൻഡ് മേടിച്ച് അത് സ്ഥാപിക്കപ്പെട്ട് ഈ പറയപ്പെട്ട പതാകകൾ വെച്ച് വർഷിപ്പേഴ്സ് വരുമ്പോൾ നമ്മുടേതായ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് വളരെ വളരെ വേഗതയിൽ ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് ദൈവം നിങ്ങളെ നടത്തും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
ആമേ, ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നെ എഴുതി കാണിക്കുന്ന ഒരു കാര്യം പറയുന്നത്, ഞാനൊരു വചനം എടുക്കാമെന്ന് ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ അമ്മ പറയുകയാണ്, ഇവിടെ ഈ ഔട്ട്സൈഡിൽ നിരത്തിലുകളിൽ വരെ ഈ ഡയമെൻഷൻ്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും. ഔട്ട് സൈഡ്, അതായത് നടന്നു പോകുന്ന ഫുട്പാത്തിൽ വരെ ഈ ഡയമെൻഷൻ എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇവിടെയുള്ള രോഗികൾ സൗഖ്യം പ്രാപിക്കും. ആമേ. ഇവിടെ ഇരിക്കുന്ന പല ആ അന്ധതയെ കടക്കുന്നവരെ കർത്താവ് വിടിവിക്കും. അതുകൊണ്ട് ഈ ഡയമെൻഷൻ ഓപ്പണായി കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം പട്ടണത്ത് ഒറ്റ രോഗി ഉണ്ടാകത്തില്ല. എന്ന കർത്താവ് പറയണ. ഒരു ഭിക്ഷക്കാരും ഉണ്ടാകത്തില്ല. കാരണം ഇതിന്റെ റെസ്പോൺസിബിൾ ഈ ഡയമെൻഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഈ തിരുവനന്തപുരം പട്ടണത്തെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു ഡയമെൻഷൻ പരിശുദ്ധാത്മാവ് ഈ മിനിസ്ട്രിയെ കുറിച്ച് കണ്ടിരിക്കുന്നു. അതിനെ വിശ്വാസത്തോടെ നിങ്ങൾ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് നമ്മൾ ഒരു ഡിക്ലറേഷൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും നമ്മുടെ കരങ്ങൾ നമ്മെ ഉയർത്തിയിട്ട് നടന്നിട്ട് ഈ തിരുവനന്തപുരം പട്ടണത്തെ ഒന്ന് അവകാശം വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ ഡയമെൻഷൻ്റെ മുമ്പിൽ ഈ തിരുവനന്തപുരം പട്ടണം ആമേ നമ്മുടെ മുമ്പിൽ കീഴടങ്ങുകയാണ്. ഹല്ലേലൂയ. ഒന്ന് ഈ ചർച്ചിൽ നിങ്ങൾ പറ്റുമെങ്കിലൊന്ന് വലത്തോട്ടൊക്കെ ഒന്ന് നടന്ന് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ പട്ടണത്തിന് മേൽ അവകാശം പറഞ്ഞാട്ടെ. ഈ ഡയമെൻഷൻ്റെ ഈ ഡയമെൻഷനെ നമ്മളൊന്ന് തുറന്നു കൊടുത്താട്ടെ. ഈ പട്ടണത്തെ പിടിക്കുന്ന ഡയമെൻഷനാണ് തന്നിരിക്കുന്നത്. പട്ടണത്തെ മാത്രമല്ല, രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയും പഞ്ചായത്തുകളെയും ഈ ഡയമെൻഷന്റെ പദ്ധതികളിലേക്ക് കർത്താവ് ആഗീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ്, ഹല്ലേലൂയ. ദൈവം അത് തുറക്കുകയാണ്. ഈ സ്പിരിച്വൽ റിലത്തിൽ ഈ ഡയമെൻഷനിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്, ഈ തിരുവനന്തപുരം പട്ടണത്തിൽ കർത്താവ് അത് ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ആത്മാവിൽ സഞ്ചരിക്കുന്നവർ അല്പനേരം ആത്മാവിൽ സഞ്ചരിച്ചാട്ടെ. ചില ടെമ്പിൾസിലേക്ക് ചെന്നാട്ടെ, ചില ചർച്ചുകളിലേക്ക് ചെന്നാട്ടെ, ചില ബിസിനസ്സിലേക്ക് ചെന്നാട്ടെ. ആത്മമനുഷ്യൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ആർക്കും ഒന്നും തടയാൻ പറ്റത്തില്ല. രാജ്യങ്ങളിലോട്ട് ചെന്നാട്ടെ, രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ കൺട്രികളിലേക്ക് ആത്മമനുഷ്യനെ വിട്ടാട്ടെ. ഹുഡാറാബാസിയ. നമ്മുടെ ഗ്ലോറി റിലത്തിന്റെ ഡയമെൻഷനുകൾ ഈ സമയത്ത് ഇവിടെ തുറക്കുമ്പോൾ തന്നെ യൂറോപ്യൻ കൺട്രിയിലേക്കും ആത്മമനുഷ്യനെ തുറന്നു വിടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഉഷബലഗസിയാന്തര വൈഷമനാരഗടഗസിയ അതുരാലഗച്ഛസിയ ഉഡാലഗസിയ. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഒറ്റ രോഗി ഉണ്ടാകത്തില്ല. ഒരു കുരുടനും ഉണ്ടാകത്തില്ല, ഒരു പട്ടിണി ഉണ്ടാകത്തില്ല. ആ നിലയിൽ ഈ ഡയമെൻഷനെ ഞങ്ങൾ ഒരുമിച്ച് ഈ ടൗണിനെ ഞങ്ങൾ അവകാശത്തോടെ പ്രഖ്യാപിച്ച് ഞങ്ങൾ ആത്മാവിൽ ഇതിനെ ഈ പട്ടണത്തെ പിടിച്ചെടുക്കുന്നു. യൂറോപ്യൻ കൺട്രിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ചില യാമങ്ങളിൽ, ചില സമയങ്ങളിൽ ചിലരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൽ പോയി ദൂത് പറയുവാൻ, ആത്മാവിൽ പോയി സഞ്ചരിച്ച് ഹല്ലേലൂയ. ചില രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന പുതിയ പുതിയ ഡയമെൻഷനുകളെ, പുതിയ ശിഷ്യഗണങ്ങളെ പിടിച്ചെടുക്കുന്ന പരിശുദ്ധാത്മാ പുതിയ ഗ്ലോറി റിലങ്ങളിലേക്ക് രാജ്യങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് പരിശുദ്ധ ആത്മാവ് പിന്നെയും കാണിക്കുക. യൂറോപ്യൻ കൺട്രിയിൽ ചില തിരുത്തലുകൾ ഈ മിനിസ്ട്രി കർത്താവ് ചെയ്തെടുക്കും. ചില തിരുത്തലുകൾ. മിനിസ്ട്രി ഇതാണ്, ലൈഫ് ഇതാണ്, ജീവിതം ഇതാണ്, ഇതാണ് യേശു, ഇതാണ് ഫെലോഷിപ്പ്, ഇതാണ് അഭിഷിക്തന്മാർ, ഇതാണ് അപ്പോസ്തലൻ എന്ന് കുറിക്കുന്ന ചില തിരുത്തലുകൾ, ചരിത്രത്തെ തിരിച്ചു കുറിക്കുന്ന അപ്പോസ്തലന്മാർ ഇതാണ് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ. അങ്ങനെ തിരിച്ചു കുറിക്കുന്ന പലരുടെ മുൻവിധികളെ പൊട്ടിക്കുന്ന വലിയൊരു അസാധാരണമായ മിനിസ്ട്രികളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ഗ്ലോറി റിലത്തെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഓ റാബാസിയാന്തര വൈഷമനഘടകസിയ അതുരമനഘടകസിയ. ആൻറ്റി വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഈ മിനിസ്ട്രിയുടെ സാമ്പത്തികമായ ഇടപാടുകളിലേക്ക് തിരിക്കാൻ ഒരു വിസ്റ്റം ദൈവം തരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്രോതസ് കർത്താവ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. യോസേപ്പിനെ പോലെ ഒരു മൾട്ടി ടാലൻ്റായിട്ട് പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷേ കർത്താവ് കാണുകയാണ്. അങ്ങനെ ദൈവം കണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ നിലയിലുള്ള വിസ്റ്റം ദൈവം തന്നിരിക്കുന്നു. അതിന് പറഞ്ഞാട്ടെ.
അതിനുള്ള നോളജ് ദൈവം തന്നിരിക്കുന്നു. അതിനാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ആമേ. നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതല്ല, ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ആമേ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല, ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കാത്ത വ്യക്തികൾ ഇതിൽ എഴുന്നേൽക്കും. ആമേ. നമ്മുടെ പദ്ധതികൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ പലതും നടക്കാൻ വേണ്ടി പോണത്. ഹല്ലേലൂയ. പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് കർത്താവ് നടത്തും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. എനിക്ക് ഒറ്റൊരു വചനം വായിച്ചിട്ട് നിർത്താമല്ലോ. ഒരു വചനം, യെശയ്യാവിൻ്റെ പുസ്തകം നമുക്ക് അറിയാവുന്നൊരു ഭാഗം തന്നെയാണ്. 52-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. സിയോനെ ഉണരുക, ഉണരുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിന്റെ ബലം ധരിച്ചു കൊള്ളുക. സിയോൻ ദൈവത്തിൻ്റെ ജനമാണ്. പക്ഷേ അവരുടേതായ ചില സിറ്റുവേഷനിൽ അവർക്ക് വന്ന അവസ്ഥകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം അവർ കേൾപ്പിക്കുകയാണ്. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം. അപ്പോൾ ഓൾറെഡി എല്ലാ സംഭവവും ഈ ജനത്തിനു മേൽ ദൈവം പകർന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉണരണം. അമ്മേ. നമുക്ക് തന്നിരിക്കുന്ന സംഭവം ഈ മൂഡ് ഓണാവണമെങ്കിൽ നമ്മൾ എഴുന്നേറ്റാൽ മാത്രമേ ഇതൊക്കെ ഓപ്പൺ ആവണൂ. ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. പിന്നെ വിശുദ്ധ നഗരമായ യെരുശലേമേ, ഇതെല്ലാം തന്നിരിക്കുകയാണ്, നമ്മൾ ധരിക്കണം. വായിച്ചാട്ടെ. പിന്നെ അശുദ്ധനും പൊടി കുടഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? കളയണം. പിന്നെ മതി അമ്മേ. അപ്പൊ ഇതിൽ പെട്ടെന്ന് തന്നെ നിർത്താം. സിയോനെ എന്ത് ചെയ്യണം? ഉണരുക. ഹല്ലേലൂയ. നമുക്കിനി പ്രാപിക്കേണ്ട കാര്യത്തിലുപരിയായി നമുക്ക് തന്നിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഉണരണം. ആമേ. നമ്മളിനി സ്വീകരിക്കാനും കേൾക്കാനും ഉപരിയായിട്ട് നമുക്ക് തന്ന കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. അല്ല, നമ്മൾ ഈ ഇരിപ്പ് ഇരിക്കാനല്ല നമ്മൾ വരുന്നത്. നമ്മളിൽ ചെറുതായാലും വലുതായാലും അത് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വം മാറത്തുള്ളൂ. നമ്മൾ ആരാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ നമ്മളിൽ നിക്ഷിപ്തമായ കാര്യത്തെക്കുറിച്ച് വ്യക്തത വരണമെങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അല്ലേ? അത് എന്ത് ടൂൾസ് ആയാലും ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഇരുന്നു പോകും. അല്ലേ? ഹല്ലേലൂയ. 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 ഒരു ന്യൂ ഇന്ത്യയിലെ തമ്പിച്ചാൻ പറഞ്ഞിട്ടുണ്ട്, ഇരുന്ന് തുരുമ്പിച്ചു പോകുന്നതിനേക്കാളും നടന്ന് വർക്ക് കർത്താവിന് വേണ്ടി വേല ചെയ്ത് ഇല്ലാതാവുന്നതാണ് എനിക്കിഷ്ടമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഇരുന്നാൽ തുരുമ്പിച്ചു പോകും, വർക്ക് ചെയ്താൽ എന്ത് ചെയ്യും? തേയ്മാനം സംഭവിക്കും. രണ്ട് കാര്യമാണ്. അപ്പൊ തുരുമ്പിക്കുന്നതിനേക്കാളും നല്ലത് ഉപയോഗിക്കപ്പെട്ട് തേയ്മാനം സംഭവിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആപ്തവാക്യമാണ്. ആകുന്നതാണ് എനിക്കിഷ്ടം. പുള്ളിയുടെ ഈ പെടലി ഭാഗത്തൊക്കെ ഈ ബെൽറ്റ് കെട്ടിയിട്ടൊക്കെ പുള്ളി മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. അനക്കാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടുവേദനയാണ്. പക്ഷേ അങ്ങനെ സ്ട്രെയിറ്റ് ബൊമ്മ പോലെ പോയിട്ട് വർഷങ്ങളോളം ശുശ്രൂഷിച്ചൊരു ദൈവദാസനാണ് VA തമ്പി പാസ്റ്റർ. ഞാൻ പറഞ്ഞൊരു സാരം, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിലുള്ള കാര്യത്തെ ഓപ്പണാകാൻ നമ്മൾ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ഉണരണം. എന്ത് ചെയ്യുക? നിന്റെ ബലം ധരിച്ചു കൊള്ളുക. ഉപയോഗിക്കപ്പെട്ടാൽ മാത്രമേ അത് ദൈവത്തിന് പ്രയോജനപ്പെടത്തുള്ളൂ, നമുക്കും അത് അനുഗ്രഹമാകത്തുള്ളൂ. പിന്നെന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ബലം ധരിച്ചു കൊള്ളുക. അപ്പം ഈ വസ്ത്രം മാറ്റി വെക്കാനുള്ളതല്ല, നമ്മുടെ വിശുദ്ധിയുടെ വസ്ത്രം നമ്മൾ ഉപയോഗിക്കാനുള്ളതാണ്. നമ്മൾ വിശുദ്ധരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. പിന്നെ അപ്പം നമ്മൾ നമ്മുടേതായ സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മുടേതായ ഉത്തരവാദിത്വത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ
ഈ പറയപ്പെട്ട ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തിൽ നിന്ന് നമ്മളെ തൊടത്തില്ല. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ പ്രാർത്ഥിക്കാനാണെങ്കിൽ പ്രാർത്ഥിക്കാൻ, സാമ്പത്തികമായിട്ടുള്ള സ്പോൺസർ ആണെങ്കിൽ അതിൽ, അല്ലെങ്കിൽ പ്രവർത്തിക്കാനാണെങ്കിൽ പ്രവർത്തിക്കാൻ, ഒരു ചെയർ എടുത്തിടാനാണെങ്കിൽ അത്, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ നമ്മൾ നിന്നാൽ മാത്രമേ നമ്മളിൽ പകർന്നിരിക്കുന്ന വിളികൾ വെളിപ്പെട്ട് വരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതിൽ നമ്മൾ വിശ്വസ്തരാകുക. അത് ചെറുതായാലും വലുതായാലും അത് നമ്മളിലാണ് കിടക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഇല്ലാതായി പോയിട്ട് കർത്താവിൻ്റെ അടുക്ക പോയിട്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ നല്ലവനും അവിടെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിചാരകനായിരുന്നു, ഞാൻ നിന്നെ അല്പത്തിൽ വിചാരകനായി, നീ അധികത്തിൽ വിചാരകനാക്കും. പക്ഷെ ഒരു താലന്ത് കിട്ടിയതിന് എന്ത് ചെയ്തു? അല്ലേ, കുഴിച്ചിട്ടു. ഹല്ലേലൂയ. നിങ്ങൾ ആരും കുഴിച്ചിടാൻ നിൽക്കരുത്. ദൈവം നമുക്ക് തന്നത് ചെറുതായാലും അതിൽ നമ്മൾ വിശ്വസ്തരാകുക. നമുക്ക് ചെറുത് തന്നാലാണ് നമുക്കിനി വലുതിലോട്ട് വരണമെങ്കിൽ നമുക്ക് തന്നത് നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുക. ഈ നിന്ന് സംസാരിക്കുന്ന ജോഷ് എന്ന വ്യക്തിക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല ഇന്നും. പക്ഷേ ദൈവം തന്നത് ചെറുതായാലും അവിടെ ഒരു പൊട്ടനെ പോലെ ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. എവിടെ കണ്ട എനിക്കൊന്നും എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. സഭകളുണ്ടായിട്ടുണ്ട്, പലരും എഴുന്നേറ്റിട്ടുണ്ട്, പല കാര്യങ്ങളും ശുശ്രൂഷകളും ദൈവം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും എൻ്റെ പ്രതിഫലം ദൈവത്തിന് മുമ്പിലിരിക്കുന്നത്. യാക്കോബ് പറഞ്ഞ പോലെ എൻ്റെ പ്രതിഫലം ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവം മാനിക്കുന്നവന് ദൈവത്തിന് അറിയാം മാനിക്കാൻ. ഒരു മാന്യതയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്നൊരു ബോധം ഇന്നും ഉള്ളത് കൊണ്ട് ഇന്നും ഈ വിശ്വാസകോളത്തിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ മിനിസ്ട്രിയോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി മാറാൻ തുടങ്ങി, എന്നിൽ നിക്ഷിപ്തമായ കാര്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിലുള്ളത് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മൂവ് ആവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മമാരുടെ മുമ്പിൽ പലപ്പോഴും നമുക്ക് ഒരു മുട്ടിടിക്കുന്നൊരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ രാജാവ് വന്നാലും മന്ത്രി വന്നാലും ഓടി വന്നാലും പട്ടാളം വന്നാലും ആര് വന്നാലും മുട്ടിടിക്കാൻ ദൈവം സമ്മതിക്കുന്നത് ഉറപ്പായി. അവിടെ യേശുവിനെ പറയുവാൻ, അവിടെ യേശു സത്യദൈവമാണെന്ന് പറയുവാൻ, അവിടെ യേശുവിനെ മാത്രമേ രക്ഷയുള്ളൂ പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ധൈര്യപ്പെടുത്തിയെങ്കിൽ നിങ്ങളെയും ധൈര്യപ്പെടുത്തുവാൻ, നിങ്ങളുടെ തലയെ ഉയർത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ഉണരാതിരിക്കരുത്, നമ്മൾ ഉണരണം. ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മകനാണ്, മകളാണ് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടത്. ദൈവം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ്. അത് ദൈവത്തോളം വലിപ്പമുണ്ട്. അത് നമ്മൾ വെളിപ്പാടോടും വിശ്വസ്തയോടും അനുസരണത്തോടും ഉപയോഗിക്കപ്പെട്ടാൽ മാത്രമേ ഈ ഡൈമെൻഷൻ വിശാലതയിലേക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരുമാണ് കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ ആ ഒരു വളരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് ദൈവം ഓരോ തരത്തിലും കരുതുന്നതിനെക്കുറിച്ച് ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പായിട്ട് എൻ്റെ കാലിനൊരു പെട്ടെന്നൊരു സ്കൂട്ടറെ കയറിയപ്പോഴത്തേക്ക് ഒരു മുട്ടിനൊരു പ്രശ്നം വന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി, അതേപോലെ ശ്രീത്ര ആശുപത്രിയിൽ പോയി, ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി, പലതരത്തിലുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെയൊക്കെ കണ്ടു. അപ്പോഴത്തേക്കും മെഡിക്കൽ കോളേജിലൊക്കെ ചെന്നപ്പം ഓരോ ഡോക്ടർമാരും പറഞ്ഞു അത് മുട്ട് മാറ്റി വയ്ക്കണം. ഏകദേശം ഒരു 3 ലക്ഷം രൂപ, 2.5-3 ലക്ഷം രൂപയൊക്കെ കിംസ് ആശുപത്രിയിലൊക്കെ ആണെങ്കിലും ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞത്. എന്തായാലും കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് ഇതേപോലെ അപ്പുറത്ത് ദേശാഭിമാനിയുടെ അവിടെ ശുശ്രൂഷയിൽ നടന്നുകൊണ്ടിരിക്കുമ്പം ബ്രദറിലൂടെ ദൈവം എനിക്ക് സൗഖ്യം തരുന്നതായിട്ട് പറഞ്ഞു. പക്ഷെ ആ നിമിഷം മുതൽ തന്നെ എനിക്ക് കാലിനെ പിടിച്ചയ്ക്കാതെ ഒന്നും, എൻ്റെ മകളെ പിടിക്കാതെ ഒന്നും നടക്കാനായിട്ട് സ്റ്റെയർ കേസ് കയറുന്നത് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കാല് കൊണ്ട് ഉപയോഗിക്കാനായിട്ട്. അത് ദിവസം മുതൽ ഈ കാല് ബാൻഡേജ് കെട്ടിക്കൊണ്ടൊക്കെയാണ് നടന്നുകൊണ്ട് വന്നിരുന്നത്. എനിക്ക് സ്റ്റെയർ കേസ് കയറാനൊന്നും പറ്റത്തില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും അതിനുശേഷം ഈ വലതുകാലിനേക്കാളും കൂടുതലും മുട്ടിന് ഇപ്പോൾ ഇടതുകാലിനാണോ ദൈവം സൗഖ്യം തന്ന കാലിന് അതാണോ ആരോഗ്യം ഉള്ളതെന്നുള്ള ഒരു സംശയിക്കത്തക്ക രീതിയിൽ ഇതുവരെയും ദൈവം എനിക്ക് വളരെ സൗഖ്യം തന്ന് ഞാൻ ആ രീതിയിൽ സന്തോഷിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഈ ഗ്ലോറി തലത്തിൽ വന്നിട്ടാണേലും ശരി തന്നെ ഞങ്ങളുടെ
വീടിൻ്റെ പണികളും എല്ലാ തരത്തിലും ഞങ്ങളൊരു വീടിൻ്റെ അവസ്ഥ പണി നടത്താൻ പറ്റാത്ത രീതിയിലൊക്കെ 14 വർഷമുണ്ട് ഭയങ്കര പ്രശ്നം. പണി നടത്താൻ പറ്റാതെ എത്ര വർഷം മുടങ്ങിക്കിടന്നു? 14 വർഷം മുടങ്ങിക്കിടന്ന പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഓൾമോസ്റ്റ് പൂർത്തീകരിച്ചു. അത് ദൈവം തന്നെ ഓരോരുത്തരെ പണിക്കാരെ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി. വളരെ പ്രതികൂലങ്ങളാണ്. അവരെ ഈ യെരുശലേം ദേവാലയത്തിന് വേണ്ടി കുഞ്ഞിനെ കോരസിനെ ദൈവം എഴുന്നേൽപ്പിച്ചെന്ന് പറഞ്ഞ പോലെ അഞ്ജുവിനെ ദൈവം എഴുന്നേൽപ്പിച്ച്, അതായത് അഞ്ജു എന്ന് പറയുമ്പോൾ എൻ്റെ മോള്, അവള് മുന്നോട്ട് പണിക്കാര് ഇനി ഞങ്ങൾക്കിനി പണി ചെയ്യാൻ പറ്റത്തില്ല. 3 പ്രാവശ്യം അവർ ചെന്ന് അയൽപക്കത്തെ വീട്ടിലെ ചെന്ന് അവരോട് വരെ പറഞ്ഞു ഞങ്ങൾ നിർത്തി പോവുകയാണെന്ന്. അന്നേരം ഇപ്പോൾ എൻ്റെ മോള് പറയും, യേശുപ്പച്ചൻ കൂടെയുണ്ട്, നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറയും. എന്തായാലും ദൈവം വളരെ അത്ഭുതകരമായിട്ട് തന്നെ ആ ദൈവപ്രവൃത്തി ഞങ്ങൾ വീടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു നിസ്സാര കാര്യങ്ങൾ അത് എതിരൊന്നുമില്ലാത്ത ഒരു കാര്യമാണ്. വീട് പണി തന്നത് കൊണ്ടുള്ളതല്ലെന്നീ പറയണത്. ആ തടസ്സങ്ങളെല്ലാം ദൈവം ഓരോന്നും ഈ ഗ്ലോറിതല ശുശ്രൂഷയിൽ വന്നതിന് ശേഷം ദൈവം മാറ്റി തരുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു.